2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി അതിന്റെ വല്ലാത്തൊരു ദുരവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടായിരുന്നു. നക്ഷത്രങ്ങൾക്കിടയിൽ നിന്നും ഒരു രാക്ഷസം ഭൂമിയിലേക്ക് വന്നു. ഇയാളുടെ പേര് പിക്കോളോ. ഇയാൾ ഒരു നമേക്യൻ ഡിമോൺ കിങ് ആണ്. സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളും അയാൾ നശിപ്പിച്ചു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. ഈ പിക്കോളോയ്ക്ക് ഒരു സഹായി ഉണ്ടായിരുന്നു. ഉസാറു എന്നാണ് അതിന്റെ പേര്. അവനെ പോലെ തന്നെ മറ്റൊരു രാക്ഷസൻ. അങ്ങനെ അവർ രണ്ടുപേരും ഭൂമിയിൽ അവരുടെ താണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് വാരിയേഴ്സ് ചേർന്ന് ഒരു കൂടം ഉണ്ടാക്കുന്നത്. അതിനെ പറയുന്നത് മഫൂബ എന്നാണ്. അവർ 7 പേരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് പിക്കോളോനെ പിടിച്ചിട്ട് ആ കൂടത്തിലാക്കി. അങ്ങനെ തന്റെ മാസ്റ്റർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പം ഉസാറുവിനെ പിന്നെ ആരും കണ്ടതുമില്ല. അവൻ എവിടേക്കോ അപ്രത്യക്ഷമായി. ആ സംഭവത്തിന് ശേഷം പിന്നീട് ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി. ആയിരക്കണക്കിന് വർഷങ്ങൾ. ഇതുവരെയായിട്ടും ഭൂമിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്, ഡ്രാഗൺ ബോൾ എവല്യൂഷൻ. ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത് വർഷം 2009 ഇനി നമുക്ക് ഇതിലെ ഹീറോനെ പരിചയപ്പെടാം. ഇവന്റെ പേര് ഗോകു. ഇവനൊരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആണ്. മാത്രമല്ല ഒരു മാർഷൽ ആർട്ടിസ്റ്റും. ഇവൻ ജീവിക്കുന്നത് ഇവന്റെ ഗ്രാൻഡ് ഫാദറായ ഗോഹന്റെ കൂടെയാണ്. ഇവന്റെ അച്ഛനും അമ്മയൊന്നും ഇവൻ കണ്ടിട്ടില്ല. അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഇവൻ അറിയത്തില്ല. ഇവന്റെ 18ാമത്തെ വയസ്സിൽ അത് ഇവന് പറഞ്ഞു കൊടുക്കാം എന്നാണ് ഗ്രാൻഡ് ഫാദർ അവനോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇന്നത്തെ ദിവസമാണ് അവന്റെ 18ാമത്തെ ബർത്ത്ഡേ. അങ്ങനെ ഗോഹൻ ഇപ്പം ഗോകുവിനെ ചില മാർഷൽ ആർട്സ് ഒക്കെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കയറ് കെട്ടിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ നിന്നാണ് അയാൾ അവനെ ഫൈറ്റിംഗ് ഒക്കെ ട്രെയിൻ ചെയ്യുന്നത്. ഈ ഗോഹൻ എന്ന് പറയുന്നത് ഈ മാർഷൽ ആർട്സിന്റെ ഒരു കിങ് ആണ്. അതുകൊണ്ട് അയാളെ കീഴ്പ്പെടുത്താന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പൊ കയറിന്റെ മേലെ നിന്നും ഒരാളെ തള്ളി താഴേക്കിടണം. അവരാണ് ജയിക്കുന്നത്. അങ്ങനെ കുറെ നേരമായിട്ട് ഈ ട്രെയിനിങ് കാണിക്കുന്നുണ്ട്. എന്ത് കാണിച്ചിട്ടും ഗോകുവിന് ഗോഹനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അവസാനം അവനൊരു ഉഡായിപ്പ് ചെയ്തു നോക്കി. അതായത് ആ കയറിന്റെ അവിടെ ഒരു വണ്ട് വന്നിരുന്നു. അത് കണ്ടതും ഗോകു ആ വണ്ടിനെ പിടിച്ച് ഗോഹനെ വായ്ക്കകത്തേക്കിടാണ്. ആ സമയം അയാളുടെ ശ്രദ്ധ തെറ്റുമ്പോൾ അയാൾ ഇടിച്ചു വീഴ്ത്താം എന്നാണ് അവൻ കരുതിയത്. പക്ഷെ അതിലും അവൻ ഫെയിലായി. ഗോഹൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കൈ ഉയർത്തി. അതിൽ നിന്നും ഒരു വല്ലാത്തൊരു എനർജി പുറത്തേക്ക് വന്നു. ഈ ഒരു മൂവിനെ പറയുന്നത് ഷാഡോ ക്രെയിൻ സ്ട്രൈക്ക് എന്നാണ്. ആ എനർജി ഇപ്പം ഗോകുവിനിടിച്ച് താഴേക്കിടാണ്. താൻ ഇത്ര നേരം ശ്രമിച്ചിട്ടും തനിക്ക് ജയിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവന് വല്ലാത്തൊരു നിരാശയുണ്ട്. അത് മനസ്സിലായപ്പോൾ ഗോഹൻ വന്നിട്ട് അവനെ എഴുന്നേപ്പിച്ചു. എന്നിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. അയാളിപ്പോൾ അവനോട് ചോദിക്കുന്നത്, നീ പിന്നെയും ആ ഷാഡോ ക്രെയിനിന്റെ മുമ്പിൽ തോറ്റുമല്ലേ? പിന്നെ തോക്കാതെ എങ്ങനെയാണ്? അത് വരുന്നത് എനിക്ക് കാണണ്ടേ? കാണുന്നൊരു സാധനത്തിലല്ല ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് അവനെതിരെ മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ അയാൾ അവനൊരു ഉപദേശം കൊടുക്കുകയാണ്. നോക്കൂ ഗോകു, നീ എപ്പോഴും ആശ്രയിക്കുന്നത് നിന്റെ എക്സ്റ്റേണൽ സെൻസസിനെയാണ്. അതായത് കാണുക, കേൾക്കുക, ടച്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെല്ലാം ഓവർ റേറ്റഡ് ആണ്. നീ നിന്റെ ഉള്ളിലുള്ള ശക്തി ആശ്രയിക്കുക. അതാണ് നിന്റെ കീ. അത് ഉപയോഗിച്ച് നോക്ക്. അപ്പൊ നിനക്ക് ഈസി ആയിട്ട് ഇതിൽ ജയിക്കാൻ പറ്റും എന്നൊരു ഉപദേശമാണ് അയാൾ അവന് കൊടുക്കുന്നത്. അങ്ങനെ അവനിപ്പം അയാൾ പറഞ്ഞതുപോലെ അവന്റെ ആ കീ പ്രയോഗിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ എത്ര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടും അവന്റെ കയ്യിൽ നിന്നും ആ സ്ട്രൈക്ക് വെളിയിലേക്ക് വരുന്നില്ല. അത് കാണുമ്പോൾ അവന് പിന്നെ നിരാശയായി. ഈ സമയം അയാൾ പറയുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ നിരാശപ്പെടുന്നത്? ഒരിക്കൽ നിനക്കതിന് പറ്റും. ആ ശരിയാ, ഒരിക്കൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ തോൽപ്പിക്കും. അതേക്കും ബാക്കി ചിരിയാണ് വരുന്നത്. നോക്കൂ ഗോകു, എന്നെപ്പോലെ 70 വയസ്സുള്ള ഒരാളെ തോൽപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? നിന്റെ ഫ്രണ്ട്സിനോട് പറയാനോ? അത് നിന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്നെ കളിയാക്കത്തില്ലേ? ഫ്രണ്ട്സിനോട് പറയേ, എനിക്കതിന് ഫ്രണ്ട്സ് ഉണ്ടോ? എല്ലാവരും എന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയും. ഒന്നിനും കൊള്ളാത്തവനായിട്ടാണ്. അതിന്റെ കാരണം നിങ്ങൾ തന്നെയാണ്. എന്നെ കൊണ്ട് സത്യം ചെയ്ത് മേടിച്ചിരിക്കല്ലേ? എന്നെ ഉപദ്രവിക്കാൻ വരുന്നവരെ പോലും ഞാൻ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന്. നിനക്കറിയാം അവരെന്നെ എന്തുമാത്രം ഉപദ്രവിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ആ സത്യമെങ്കിലും ഞാനൊന്ന് തിരിച്ചെടുത്തോട്ടെ. എന്നെ ഉപദ്രവിക്കാൻ വരുന്നവനെ ഞാൻ തിരിച്ച് ഉപദ്രവിച്ചാൽ എന്താണ് പ്രശ്നം? നിനക്കറിയാം ഒറ്റയടിക്ക് തന്നെ അവന്മാരെല്ലാവരും എനിക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന്. പക്ഷെ നിങ്ങളതിന് സമ്മതിക്കുന്നില്ല. അതാണ് എന്റെ പ്രശ്നം. അവൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിന്നെ ഇത്രയും കാലം ട്രെയിൻ ചെയ്തത് നിന്റെ സ്കൂളിൽ പഠിക്കുന്ന പീക്കിരി പിള്ളേരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോമിസ് ഞാൻ നിന്റെ അടുത്ത് മേടിച്ചത്. നീ ഒന്ന് ആലോചിക്ക് ഗോകു, നീ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഓക്കെ ഞാൻ സമ്മതിച്ചു. നിങ്ങൾ ഇനി പുരാണത്തിലേക്കൊന്നും വരണ്ട. ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുമോ? എന്റെ സ്കൂളിലെ പിള്ളേരെല്ലാവരും പെമ്പിള്ളാരും വളച്ചുകൊണ്ട് നടക്കാണ്. ഇതുവരെയായിട്ടും ഒരു പെണ്ണിനോട് പോലും ഞാൻ സംസാരിക്കാൻ പോയിട്ടില്ല. ഇനിയിപ്പോൾ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ പോലും എനിക്ക് അവരോടൊന്നും മിണ്ടാനും തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു പെണ്ണിനെ എങ്ങനെയാണ് വളച്ചെടുക്കുന്നത് എന്ന കാര്യം എന്നെ ഒന്ന് പഠിപ്പിച്ചു തരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒന്ന് നോർമലായിട്ട് നടക്കാൻ എന്നെ ഒന്ന് പഠിപ്പിച്ചു തരാമോ? അതേക്ക് അയാൾ പറയുന്നത്, എന്റെ പൊന്നു ഗോകു, ഈ നോർമലായിട്ട് നടക്കാന്ന് പറയുന്നതും ഓവർ റേറ്റഡ് ആണ്. നീ എപ്പോഴും സ്പെഷ്യലായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം, നിന്നിലൊരു വിശ്വാസം അതെപ്പോഴും നിനക്കുണ്ടായിരിക്കണം. അതെല്ലാം കേൾക്കുമ്പോൾ അവന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. നിങ്ങളൊന്ന് പോയെന്ന് പറഞ്ഞിട്ട് അവനോട് നടക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ അയാൾ അവനെ വിളിച്ചു. എന്നിട്ട് അവനൊരു ബർത്ത്ഡേ പ്രസന്റ് കൊടുക്കുകയാണ്. അവന്റെ ബർത്ത്ഡേ ആണെന്ന് എന്ന കാര്യം ഗ്രാൻഡ് ഫാദർ മറന്നിരിക്കുകയായിരുന്നു എന്നാണ് അവൻ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അയാൾ അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. എന്നാൽ അവൻ വിചാരിച്ച പോലെ അത് സാധാരണ ഒരു ഗിഫ്റ്റ് ആയിരുന്നില്ല. അതും ഒരു സ്പെഷ്യലാണ്, ഒരു ഡ്രാഗൺ ബോൾ. ഈ ഡ്രാഗൺ ബോളിനെ പറയുന്നത് സുഷിൻചു എന്നാണ്. ഈ ഡ്രാഗൺ ബോളിന്റെ പ്രത്യേകത, അതിനകത്ത് 4 നക്ഷത്രങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. സുഷിൻചു എന്ന വാക്കിന്റെ അർത്ഥവും 4 നക്ഷത്രങ്ങൾ എന്നാണ്. അതവന് കൊടുത്തതിന് ശേഷം അയാൾ പറയുന്നത്, എല്ലാ ലോകത്തിലും കൂടെ മൊത്തം 7 ഡ്രാഗൺ ബോൾ ആണുള്ളത്. അതിലൊന്നാണിത്. നിന്നെ കൂടാതെ എന്റെ കയ്യിലിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഡ്രാഗൺ ബോൾ ആണ്, ഒരു നിധി. ഈ സമയം അവൻ ആ ഡ്രാഗൺ ബോളിലേക്ക് തന്നെ നോക്കുകയാണ്. ഇതിനെ കൊണ്ട് എന്താണ് ഉപയോഗം?
അതേക്കുന്ന അയാൾ പറയുന്നത് ഇതിങ്ങനെ വെറുതെ ഇരിക്കുമ്പം ഇതിനെ കൊണ്ടൊരു ഉപയോഗമില്ല. പക്ഷെ ഇത് 7 ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒരാളുടെ ഒരു പെർഫെക്റ്റ് ആഗ്രഹം ഇതിന് സാധിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇതെപ്പോഴും നിന്റെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കണം എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവൻ നേരെ പോകുന്ന അവൻ്റെ സ്കൂളിലേക്കാണ്. അവനൊരു ചെറിയ ബൈക്ക് ഉണ്ട്, അതിലാണ് അവൻ പോകുന്നത്. അങ്ങനെ സ്കൂളിലെത്തി അവൻ ആ ബൈക്ക് അവിടെ പാർക്ക് ചെയ്യുമ്പോഴാണ് ഒരുത്തരൊരു വണ്ടിയായിട്ട് വന്നിട്ട് അവൻ്റെ ബൈക്ക് അങ്ങോട്ട് ഇടിച്ച് നശിപ്പിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നിപ്പോൾ 2 പേര് ഉള്ളിലേക്ക് ഇറങ്ങി. ഒരുത്തൻ്റെ പേര് ഫുള്ളർ, മറ്റവൻ്റെ പേര് റിച്ചാർഡ്. ഈ ഫുള്ളറാണ് ഇപ്പം ആ ബൈക്ക് വന്ന് ഇടിച്ചിരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ഗോകുവിന് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. അവനിപ്പോൾ ഫുള്ളറിൻ്റെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. നീ നശിപ്പിച്ചിരിക്കുന്നത് എൻ്റെ ബൈക്കാണ്, ഇതിനെ നീ അനുഭവിക്കുകയെന്ന്. അതേക്കുന്ന ഫുള്ളറും വിട്ടുകൊടുക്കുന്നില്ല. നീ എന്നെ എന്ത് ചെയ്യും, നിനക്ക് എന്നെ അടിക്കാൻ ധൈര്യമുണ്ടോ, എങ്കിൽ അടിക്കടാ എന്ന് പറഞ്ഞിട്ട് അവൻ അവൻ്റെ മുഖം കാണിച്ചു കൊടുത്തു. അത് കാരണം ഗോകു ആണെങ്കിൽ അവൻ്റെ മുഷ്ടി ഒന്ന് ചുരുട്ടി. പക്ഷെ ഗ്രാൻഡ് ഫാദറിന് അവൻ പ്രോമിസ് കൊടുത്തിരിക്കല്ലേ, അതുകൊണ്ട് അവനൊന്നും ചെയ്യുന്നില്ല. അവനിങ്ങനെ ദേഷ്യം ഇങ്ങനെ കടിച്ചമർത്തി നിൽക്കുകയാണ്. ഈ സമയത്താണ് ആ ഫുള്ളറിന്റെ ഗേൾ ഫ്രണ്ട് വരുന്നത്. ഇവളുടെ പേര് ചിച്ചി. അവളിപ്പം ഫുള്ളറിനെയും വിളിച്ചോണ്ട് അവിടുന്ന് പോയി. എന്നാൽ അവനെയും കൊണ്ട് അവിടുന്ന് പോകുമ്പം അവളിപ്പോൾ ഗോകുവിന് ഒരു നോട്ടം നോക്കുന്നുണ്ട്. ഈ ചിച്ചി എന്ന് പറയുന്നത് ഈ ഗോകുവിന്റെ ഒരു ക്രഷാണ്. ഇപ്പൊ അവളുടെ മുമ്പിലാണല്ലോ അവൻ ഇൻസൾട്ട് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ദേഷ്യം ഇങ്ങനെ കൂടാനും തുടങ്ങി. പക്ഷെ എന്താ കാര്യം, പ്രോമിസ് കൊടുത്തിരിക്കല്ലേ. ഇനി കാണിക്കുന്നത് ഒരു വലിയ സ്പേസ്ഷിപ്പാണ്. അതിനകത്തുണ്ടായിരുന്നത് ആ പിക്കോളാണ്. അയാളിപ്പോൾ എങ്ങനെയോ തിരിച്ചു വന്നു. അയാളിപ്പോൾ ഭൂമിയുടെ മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ കയ്യിൽ നിന്ന് തീ ഉണ്ടാക്കിയിട്ട് അത് ഭൂമിയിലേക്ക് എറിയാണ്. അതിന് തുറന്ന് ഭൂമിയുടെ ഒരു ഭാഗം മൊത്തം നശിച്ചുപോയി. ഈ സമയം അവിടെ കുറെ ആൾക്കാർ ജീവിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും പേടിച്ചിങ്ങനെ ചിതറി ഓടുകയാണ്. ആ കൂട്ടത്തിൽ ഒരമ്മയും മകളുണ്ട്. ആ അമ്മ ഇപ്പൊ മകളെയും പിടിച്ചുകൊണ്ട് ഒരു വീടിനകത്ത് കയറിയിരുന്നു. അവളുടെ കയ്യിൽ ഒരു ഡ്രാഗൺ ബോൾ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ആ ഡ്രാഗൺ ബോളും അന്വേഷിച്ചിട്ട് ഒരു ലേഡി അങ്ങോട്ട് വരുന്നത്. ഇവളുടെ പേര് മായി. ഇവൾ ആ പിക്കാളോന്റെ അസിസ്റ്റന്റ് ആണ്. അപ്പൊ അവൾ അങ്ങോട്ട് വരുന്നത് കണ്ടപ്പം ആ ലേഡി മകളെയും കൊണ്ട് ആ വീടിന്റെ അടിയിലേക്ക് പതുങ്ങിയിരുന്നു. ഈ സമയം മായി ആണെങ്കിൽ അവിടെയൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ആ പെൺകുട്ടി ഒരു ശബ്ദം ഉണ്ടാക്കുന്നത്. അതിനെ തുടർന്ന് മായി ഇപ്പോൾ ഒരു തോക്കെടുത്തിട്ട് ആ പെൺകുട്ടിയുടെ നേർക്ക് ചൂണ്ടി. എന്നാൽ അത് കണ്ടതും അമ്മ വെളിയിലേക്ക് വന്നു. എന്നിട്ട് അവൾ പറയുന്നത്, നിനക്ക് വേണ്ടത് ആ ബോളല്ലേ, അത് ഞാൻ തരാമെന്നും പറഞ്ഞിട്ട് ആ ലേഡി ആ ബോൾ എടുത്തിട്ട് മായിക്ക് കൊടുത്തു. അങ്ങനെ മായി ആ ബോൾ ചെക്ക് ചെയ്യുന്ന സമയത്താണ് പിക്കോളോയും അങ്ങോട്ട് വരുന്നത്. ഈ സമയം മായി ആണെങ്കിൽ ആ പെണ്ണിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഗോകു ഇപ്പം അവരുടെ ക്ലാസ്സിലിരിക്കുകയാണ്. അവിടുത്തെ സാർ ഇപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന സൂര്യഗ്രഹണത്തെ കുറിച്ചാണ്. എന്നാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിനെ കംപ്ലീറ്റ് സോളാർ എക്ലിപ്സ് എന്നാണ് പറയുന്നത്. അതായത് ചന്ദ്രൻ പൂർണ്ണമായിട്ടും സൂര്യനെ മറയ്ക്കും. അതിന് 2 ആഴ്ച ഇനി സമയമുണ്ട്. എല്ലാവർക്കും ഇത് കാണാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും എന്നൊക്കെയാണ് അയാൾ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ സോളാർ എക്ലിപ്സിനെ കുറിച്ചുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടെ അയാൾ വിശദീകരിക്കുന്നുണ്ട്. അതായത് പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ വിശ്വസിച്ചിരുന്നത് ഈ സൂര്യഗ്രഹണം ലോകാവസാനത്തിന്റെ ഒരു സിമ്പലാണെന്നാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഈ എക്ലിപ്സ് സിംബലൈസ് ചെയ്യുന്നത് രാഹുവിനെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ അയാൾ ഇതിൽ പറയുന്നുണ്ട്. എന്നാൽ പുള്ളി അവിടെ കാര്യമായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഗോകു ആണെങ്കിൽ ആ ചിച്ചീനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവൻ അവളെ നോക്കുമ്പോൾ അവന് വല്ലാത്തൊരു ഫീലിംഗ് ആണ് തോന്നുന്നത്. കാരണം അവൾ വേറെ ഏതോ ഒരു സ്ഥലത്തിരിക്കുന്നതായിട്ടാണ് അവന് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വിഷ്വലില് അവൾ അവനെ നോക്കി ചിരിക്കുന്നൊക്കെ അവൻ കാണുകയും ചെയ്തു. ഇതൊക്കെ അവന്റെ ആഗ്രഹമാണ്. അങ്ങനെ അവൻ അവന്റെ സ്വപ്നലോകത്തിൽ നിൽക്കുമ്പോഴാണ് സാറ് വന്നിട്ട് അവനെ വിളിക്കുന്നത്. അവൻ ഇത്രയും നേരം ശ്രദ്ധിക്കാതിരിക്കുകയായിരുന്നു എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ അവനോടൊരു ചോദ്യം ചോദിച്ചു. ഗോകു, നമ്മുടെ പൂർവികര് വരാൻ പോകുന്ന സൂര്യഗ്രഹണത്തെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യം നിനക്കറിയും? എന്നാൽ അവനതൊരു ഉത്തരം അറിയായിരുന്നു. അവന്റെ ഗ്രാൻഡ് ഫാദർ അവന് പറഞ്ഞു കൊടുത്ത കാര്യം അവൻ ഇപ്പോൾ അയാളോട് പറയാണ്. സൂര്യഗ്രഹണത്തെക്കുറിച്ച് എന്റെ ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നെമേക്കിയൻസിനെ ഭയപ്പെടണം എന്നാണ്. അത് കേൾക്കുമ്പോൾ അയാൾക്ക് ഡൗട്ടായി. ആരാണ് ഈ നെമേക്കിയൻസ്? നെമേക്കിയൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി നശിപ്പിച്ച ആ ഏലിയൻ റൈസ് ഉണ്ടല്ലോ, അവരാണ് നെമേക്കിയൻസ്. പക്ഷെ അങ്ങനെ ഒരു കഥ അയാൾ കേട്ടിട്ടില്ല. എങ്കിലും അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ അങ്ങനെ ഒരു കഥയുണ്ടല്ലേ, എന്നാൽ പിന്നെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അയാൾ അത് അവൻ ആക്കി പറഞ്ഞതാണ് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. ഈ സമയം അവനാണെങ്കിൽ അത് പറഞ്ഞു പോയല്ലോ എന്നുള്ള അവസ്ഥയിലാവുകയും ചെയ്തു. അങ്ങനെ സമയം ഉച്ചയായി. കുട്ടികളെല്ലാവരും ഇന്റർവെല്ലും കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് കയറാണ്. അപ്പൊ അതിനുള്ള ബെല്ലടിച്ചു. അതിൽ ഈ സമയം ചിച്ചിയാണെങ്കിൽ ഒരു ബുക്ക് എടുക്കാൻ വേണ്ടി അവളുടെ ഷെൽഫ് ഓർക്കാൻ തുടങ്ങി. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഷെൽഫ് ഓർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ടെൻഷൻ ആവുകയും ചെയ്തു. ഇപ്പൊ ക്ലാസ് തുടങ്ങാൻ പോവാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പിള്ളേരും ക്ലാസ്സിലേക്ക് പോവുകയും ചെയ്തു. അതിൽ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഗോകു അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അവൾക്കത് തുറക്കാൻ പറ്റാത്ത കാണുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് കൈ ഉയർത്തി. അതിൽ ഇത്തവണ അവൻ കൈ ഉയർത്തിയപ്പോൾ ആ ഷാഡോ സ്ട്രൈക്ക് വെളിയിലേക്ക് വന്നു. അതോടുകൂടെ ആ ഷെൽഫിലുണ്ടായിരുന്ന മുഴുവൻ ഡോർ ഓപ്പൺ ആവുകയാണ്. അത് കണ്ടതും അവൾ ശരിക്കും ഞെട്ടിപ്പോയി. അവളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ കാണുകയും ചെയ്തു. അപ്പൊ അവള് തന്നെ കണ്ടു എന്ന് കാണുമ്പോൾ അവനോട് നോടാൻ തുടങ്ങി. എന്നാൽ അവൾ വിടുന്നില്ല. അവളും അവന്റെ പുറകെ പോയി. എന്നിട്ട് അവളിപ്പോൾ അവനോട് ചോദിക്കുന്നത്, നീയാണോ അത് ചെയ്തതെന്നാണ്. അതെ, ഞാനാണത് ചെയ്തത്. ഓ, അപ്പൊ നീ നിന്റെ കീ പ്രയോഗിച്ചല്ലേ? അവൾ അങ്ങനെ പറയുമ്പോൾ അവന് അത്ഭുതമായി. ഈ കീനെ കുറിച്ചൊക്കെ നിനക്കെങ്ങനെ അറിയാം? ഈ സമയം അവള് പറയുന്നത്, എന്റെ പേര് ചിച്ചിയാണെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഇഡിയറ്റ് ആണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഇനി കൂടുതൽ അവളോട് സംസാരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അവനോട് നടക്കാൻ തുടങ്ങി. എന്നാൽ അവൾ പിന്നെയും വിളിച്ചു. എന്നിട്ട് അവൾ പറയുന്നത്, ഇന്ന് രാത്രി എന്റെ വീട്ടിലൊരു പാർട്ടി ഉണ്ട്, നീ തീർച്ചയായിട്ടും വരണം എന്നാണ്. ഉറപ്പായിട്ട് ഞാൻ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ സമയം രാത്രി. ഗോകുപ്പം പാർട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഇതേസമയം അവന്റെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ താഴെ കിച്ചണിൽ അവന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കുകയാണ്. അങ്ങനെ ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ട് ഗോകു ഇപ്പം അവന്റെ തലയിൽ ജെല്ല് തേച്ചു. എന്നിട്ട് വൃത്തിയായിട്ട് മുടിയൊക്കെ ഒതുക്കി വെച്ചു. എന്നാൽ അടുത്ത സെക്കൻഡിൽ ആ ജെല്ലെല്ലാം തെറിച്ചുപോയി. മാത്രമല്ല അവന്റെ മുടിയാണെങ്കിൽ പഴയതുപോലെ സ്പൈക്കാവുകയും ചെയ്തു. ഇനിയിപ്പോൾ അത് നേരെയാക്കിയിട്ട് കാര്യമില്ല എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് അവനിപ്പോൾ പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ പോകാൻ നേരത്ത് ആ ഡ്രാഗൺ ബോളും എടുത്തിട്ടാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ അവന് മുറിക്കാൻ വേണ്ടി ഒരു കേക്കൊക്കെ തയ്യാറാക്കിയിട്ട് വന്നു. എന്നാൽ അപ്പോഴേക്കും അവനവിടെ പോയി കഴിഞ്ഞിരുന്നു. ഇന്ന് അവളുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യമൊന്നും അവൻ അയാളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഗോകു ഇപ്പം ചിച്ചിയുടെ വീട്ടിലേക്ക് എത്തി. ഒരുപാട് പിള്ളേർ അവിടെ കൂടിയിട്ടുണ്ട്. എന്നാൽ ഗോകു അങ്ങോട്ട് നടന്നു വരുമ്പം ആ റിച്ചാർഡും ടീം അവൻ്റെ അടുത്തേക്ക് വന്നു. നിന്നോട് ആരങ്ങോട്ട് വരാൻ പറഞ്ഞെന്ന് ചോദിച്ചിട്ട്. എന്നാൽ ഗോകുവും വിട്ടുകൊടുക്കുന്നില്ല. ചിച്ചിയാണ് എന്നോട് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് അവനും പറഞ്ഞു. പക്ഷെ അവന്മാർ വിടുന്നില്ല. എന്നാൽ ഇന്നത്തെ ഈ സംഭവം ഗോകുവിന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഗ്രാൻഡ് ഫാദറിന് കൊടുത്ത ആ സത്യമൊക്കെ അവൻ മറന്നു. അവന്മാരെങ്ങാനും ഇടിച്ചു കഴിഞ്ഞാൽ തിരിച്ചിടിക്കും എന്ന കാര്യം ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഗോകു അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഗോകു ഇപ്പം ആ റിച്ചാർഡിനെ ഒന്ന് വാൺ ചെയ്തു. ഇത്രയും കാലം നിങ്ങൾ എന്നെ ഉപദ്രവിച്ചിട്ട് ഞാൻ തിരിച്ചൊന്നും ചെയ്യാത്തതിന്റെ കഴിവുകേടായിട്ട് നിങ്ങൾ കാണരുത്. ഞാനൊരു പ്രോമിസ് കൊടുത്തോണ്ട് മാത്രമാണ്. പക്ഷെ ഇന്ന് നിങ്ങൾ എന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ആ പ്രോമിസ് തെറ്റിക്കും കേട്ടോ എന്നൊക്കെ അവൻ പറഞ്ഞു. എന്നാൽ അതുകൊണ്ടൊന്നും അവന്മാർക്ക് ഒരു കൂസലുമില്ല. അങ്ങനെ അവർ തമ്മിലുള്ള ഫൈറ്റ് ആരംഭിച്ചു. പെട്ടെന്ന് തന്നെ അവൻ എല്ലാവന്മാരും ഇടിച്ചു വീഴ്ത്തി. ഈ സമയത്താണ് ശബ്ദം കേട്ട് അകത്തു നിന്നും ഫുള്ളറും ചിച്ചിയും അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും അങ്ങോട്ട് ഓടി വരുന്നത്. ഇപ്പൊ ഗോകു തന്റെ ഫ്രണ്ട്സിനെ കടിച്ചിട്ട് കാണുമ്പോൾ ഫുള്ളറിന് ശരിക്കും ദേഷ്യം വന്നു. അവനൊരു കമ്പി എടുത്തിട്ട് ഗോകുവിനെ അടിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നാൽ അവൻ ആ കമ്പി വീശിയതും ഗോകു ഒറ്റ ചാട്ടത്തിന് ഫുള്ളറിന്റെ കാറിന് മേലെ കയറുന്നു. അതുകൊണ്ട് ആ അടി കൊള്ളുന്നത് കാറിന്റെ മിററിനാണ്. അതോടുകൂടെ അത് താർന്നു. അങ്ങനെ ഫുള്ളർ പിന്നെയും ഒരുപാട് തവണ അവനെ അടിക്കുന്നുണ്ട്. എന്നാൽ ഓരോ അടി അടിക്കുമ്പോഴും ഗോകു അതിൽ നിന്ന് കൊഴിഞ്ഞു മാറാണ്. അതുകൊണ്ട് ആ അടി മൊത്തം കൊള്ളുന്നതോ ആ കാറിനിട്ടു. അങ്ങനെ കാറ് മൊത്തം അവൻ തകർത്തു. ഇതുകൊണ്ട് തന്നെ ഫുള്ളറിന്റെ ദേഷ്യം പിന്നെയും കൂടാണ്. അങ്ങനെ അവൻ പിന്നെ അവന്റെ വടിയെടുത്തു. ഈ സമയം ഗോകുവിന്റെ പുറകിലായിട്ട് ആ റിച്ചാർഡും ഒരു വടിയായിട്ട് നിൽക്കുന്നുണ്ട്. അതവന് മനസ്സിലായി. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് അത് വീശുമ്പോൾ ഗോകു അപ്പുറത്തേക്ക് ഒരൊറ്റ ചാട്ടം ചാടി. അതുകൊണ്ട് ആ അടി കൊള്ളുന്നത് അവർക്കിട്ട് തന്നെയാണ്. അതോടുകൂടെ അവർ രണ്ടുപേരും വീണു. ഗോകു ഇത്ര നേരം കാണിച്ചൊക്കെ കണ്ട് ചിച്ചിയാണെങ്കിൽ ശരിക്കും അത്ഭുതത്തിലാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ചിച്ചി ഇപ്പം അവൻ അവളുടെ വീട്ടിലേക്ക് വിളിച്ചു. ഈ സമയമാകുമ്പോഴേക്കും അവർക്ക് അവനോടൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. ആ കാര്യം അവനും മനസ്സിലായി. അങ്ങനെ അവരിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അതിൽ ഇന്നാണ് അവന്റെ ബർത്ത്ഡേ എന്ന കാര്യവും അവൻ അവളുടെ അടുത്ത് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ അവൾക്ക് പിന്നെയും സന്തോഷമായി. ഈ സമയം അവന്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നത് അവന്റെ ഗ്രാൻഡ് ഫാദറിന്റെ കൂടെയാണെന്ന് അറിയുമ്പോൾ നിന്റെ പാരന്റ്സ് എവിടെയാണ് എന്ന കാര്യം അവൾ അവനോട് ചോദിച്ചു. അതേക്ക് അവൻ പറയുന്നത് എന്റെ പാരന്റ്സിന് എന്താണ് പറ്റിയത് എന്ന കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് 18 വയസ്സാവുമ്പോൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറയാമെന്നാണ് എന്റെ ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞത്. ഇന്നിപ്പോൾ എന്റെ 18ാമത്തെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം എന്തായാലും അത് എന്നോട് പറയും എന്നാണ് അവനെതിരെ മറുപടി പറയുന്നത്. ഇതേസമയം തന്നെ അവന്റെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അയാൾക്ക് എന്തൊരു സംശയം, ആരും അങ്ങോട്ട് വരുന്ന പോലെ. ആ കാര്യമൊക്കെ മനസ്സിലായതും അടുത്ത സെക്കൻഡിൽ ആ മായി അങ്ങോട്ട് കയറി വന്നു. എന്നിട്ട് അവളുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ അയക്കുന്നതിന് എറിയാൻ തുടങ്ങി. എന്നാൽ അത് കണ്ടതും അയാൾ ഒരു വടി എടുത്തിട്ട് അതിനെല്ലാം ബ്ലോക്ക് ചെയ്യാണ്. ഒരെണ്ണം പോലും അയാളുടെ ദേഹത്ത് കൊള്ളുന്നില്ല. എന്നാൽ ഈ സമയത്താണ് ആ പിക്കളോയെ അങ്ങോട്ട് കയറി വരുന്നത്. പിക്കളോനെ കണ്ടപ്പം അയാൾ ശരിക്കും ഞെട്ടിപ്പോയി. പിക്കളോ തിരിച്ചു വന്നെന്നുള്ള കാര്യം ഗോഹൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എല്ലാം അങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ ആ ഡ്രാഗൺ ബോൾ അവിടെ ഇല്ല എന്ന കാര്യം പിക്കളോയ്ക്ക് മനസ്സിലായി. എന്നാൽ ഈ സമയം ഗോഹൻ ആ വടി അവിടെ ഇട്ടിട്ട് പിക്കളോവുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അയാളെ കൈ ഉയർത്തി. എന്നാൽ അടുത്ത സെക്കൻഡിൽ പിക്കളോ അവന്റെ കൈ ഉയർത്തി. അതോടുകൂടെ ഗോഹന് പിന്നെ അനങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ അയാൾ ഇടിച്ച് താഴേക്കിട്ടതിന് ശേഷം ആ ഡ്രാഗൺ ബോൾ എന്തായാലും ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും എന്നും പറഞ്ഞിട്ട് പിക്കളോ വെളിയിലേക്ക് ഇറങ്ങി. അതിനുശേഷം വീടിന് മുമ്പിൽ നിന്നിട്ട് അയാൾ കൈയിന്റെ മുഷ്ടി ഒന്ന് ചുരുട്ടുകയാണ്. അതോടുകൂടെ ആ വീട് മൊത്തത്തിൽ അങ്ങോട്ട് തകർന്നുപോയി. ഈ സമയം ഗോകു ആണെങ്കിൽ ചിച്ചിയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. അതിനിടയിലാണ് അവൻ എന്തൊരു സംശയം തോന്നി ചന്ദ്രനെ ഒന്ന് നോക്കുന്നത്. ചന്ദ്രനെ നോക്കിയതും പെട്ടെന്ന് അവൻ എന്തൊരു പൊട്ടിത്തെറി പോലെ കണ്ടു. മാത്രമല്ല അവന്റെ പോക്കറ്റിൽ കിടക്കുന്ന ആ ഡ്രാഗൺ ബോൾ പ്രകാശിക്കാനും തുടങ്ങി. അതിൽ നിന്നും തന്റെ ഗ്രാൻഡ് ഫാദറിന് എന്തൊരു അപകടം പറ്റിയിട്ടുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. ആ കാര്യം അവൻ അവളുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വരാമെന്നും പറഞ്ഞിട്ട് അവൻ വേഗം വീട്ടിലേക്ക് ഓടി. വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ അവസ്ഥ കണ്ട് അവൻ വല്ലാത്തൊരു ഞെട്ടല് നിൽക്കുകയാണ്. അങ്ങനെ വേഗം തന്നെ അവൻ അവന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്തേക്ക് ചെന്നു. നമുക്ക് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അവൻ അയാളെ എഴുന്നേപ്പിക്കാൻ തുടങ്ങി. അയാൾ പറയുന്നത് നീ ഇന്നിപ്പോൾ എങ്ങോട്ടും കൊണ്ടോണ്ട, ഞാൻ പറയുന്നൊന്ന് കേട്ടാൽ മാത്രം മതി. എനിക്കിനി അധികം സമയമില്ല. ആ പിക്കാളോ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ്. ആ ഡ്രാഗൺ ബോൾ അന്വേഷിച്ചാണ് അവൻ നടക്കുന്നത്. അത് നിന്റെ കയ്യിൽ തന്നെ സേഫ് ആയിട്ട് വെക്കണം. അയാളത് പറഞ്ഞു കഴിയുമ്പോൾ അവൻ വേഗം അവന്റെ പോക്കറ്റിൽ നിന്ന് ആ ഡ്രാഗൺ ബോൾ എടുത്തു. എന്നാൽ ഈ സമയത്താണ് അതിങ്ങനെ വല്ലാതെ പ്രകാശിക്കുന്നത്. മാത്രമല്ല അവൻ അതിൽ ആ പിക്കളവനെ കാണാനും പറ്റുന്നുണ്ട്. മാത്രമല്ല ആ ബോൾ ഇങ്ങനെ വല്ലാതെ ചൂടാവുന്നുണ്ട്. അതുകൊണ്ട് അവൻ പെട്ടെന്ന് താഴേക്ക് ഇട്ടു. ഈ സമയം അവന്റെ ഗ്രാൻഡ് ഫാദർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ആരംഭിച്ചു കഴിഞ്ഞു ഗോകു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, വേഗം പൗസൂലേക്ക് പോകണം. എന്നിട്ട് അവിടെ ചെന്ന് മാസ്റ്റർ റോഷിയെ കാണണം. എന്നിട്ട് പിക്കളോ തിരിച്ചു വന്ന കാര്യം അയാളുടെ അടുത്ത് പറയുകയും വേണം. മാത്രമല്ല പിക്കളോനെ ഈ ലോകത്തുനിന്ന് തുരത്താൻ വേണ്ടി ബാക്കിയുള്ള ഡ്രാഗൺ ബോളുകളും കൂടെ കണ്ടെത്തണം, അതും സൂര്യഗ്രഹണത്തിന് മുമ്പ്. പക്ഷെ അതൊക്കെ കേട്ട് അവനൊന്നും മനസ്സിലാവുന്നില്ല. അതേ ഗോകു, ആ 7 ഡ്രാഗൺ ബോൾസും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭൂമി മൊത്തം പിന്നെയും നശിക്കാൻ പോവാണ്. പിന്നെ ഞാൻ നിന്നോട് എപ്പോഴും ഒരു കാര്യം പറയാറില്ലേ, അത് നിനക്ക് ഓർമ്മ വേണം. നിന്നോടുള്ള വിശ്വാസം അത് നിനക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. അത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്കും അയാൾ മരിച്ചു. ഇതൊക്കെ കണ്ട് അവനാണെങ്കിൽ വല്ലാത്തൊരു സങ്കടത്തിലിരിക്കുകയാണ്.
അങ്ങനെ പിറ്റേ ദിവസമായി ഗോകു ഇപ്പം അവന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഫ്യൂണറലൊക്കെ നടത്തി. അതിനുശേഷം അവൻ തിരിച്ച് അവന്റെ തകർന്നു നടക്കുന്ന വീട്ടിലേക്ക് എത്തി. എന്നിട്ട് അവന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പെട്ടി പരിശോധിക്കുകയാണ്. ആ പെട്ടിയിൽ നിന്നും അവനൊരു സ്യൂട്ടും കിട്ടി. അവനിപ്പോ അതൊക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഒരു ലേഡി അങ്ങോട്ട് വരുന്നത്. ഇവളുടെ പേര് ബുൾമ. അവളുടെ കയ്യിലൊരു തോക്കുണ്ട്. അവൾ വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത് എന്റെ പ്രോമിത്തിയം ഓർബ് ആരും മോഷ്ടിച്ചു, അത് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, മര്യാദയ്ക്ക് അത് എനിക്ക് തരുന്നതായിരിക്കും നല്ലത് എന്നാണ് അവൾ പറയുന്നത്. ഈ പ്രോമിത്തിയം ഓർബ് എന്ന് പറയുന്നത് മറ്റൊരു ഡ്രാഗൺ ബോൾ ആണ്. പക്ഷെ അവളാ പറയുന്നത് കേട്ട് അവനൊന്നും മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് അവളുടെ കയ്യിലൊരു ഡിവൈസിൽ ഒരു അലാറം അടിക്കുന്നത്. അതിലേക്കൊന്ന് നോക്കിയതിനു ശേഷം അത് നിന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് അവൾ അവനെ നേരെ ഷൂട്ട് ചെയ്തു. എന്നാൽ അപ്പോഴേക്കും അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അതിനിടയിലാണ് അവന്റെ കയ്യിൽ നിന്നും അവന്റെ ഡ്രാഗൺ ബോൾ താഴേക്ക് വീഴുന്നത്. അത് കണ്ടതും അവൻ ഒറ്റ ചാടത്തിന് പിടിച്ചു. അവൾ അവന്റെ കൂടെ ചാടി. ഇപ്പോഴും അവൾ ആ തോക്ക് വെച്ചിരിക്കുന്നത് അവന്റെ നെഞ്ചത്ത് തന്നെയാണ്. എന്നിട്ട് അവൾ പറയുന്നത്, നീ ഭയങ്കര സ്കിൽഡ് ആണല്ലോ, പക്ഷെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് നീ വിചാരിക്കണ്ട. 20 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അച്ഛൻ കണ്ടെത്തിയാണ് ആ പ്രോമിത്തിയം ഓർബ്. കഴിഞ്ഞ ദിവസം രാത്രി നീയാണത് മോഷ്ടിച്ചത്. അതില്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. പക്ഷെ അവളതൊക്കെ പറയുമ്പോൾ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ നിന്റെ ഇത് മോഷ്ടിച്ചു എന്നോ? എന്റെ കയ്യിലിരിക്കുന്ന ഈ ഡ്രാഗൺ ബോൾ എന്റെ മുത്തച്ഛൻ എനിക്ക് തന്നാണ്, ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇതൊരിക്കലും ഞാൻ വിട്ടുതരത്തില്ല. പിന്നെ നീ പറഞ്ഞല്ലോ പ്രോമിത്തിയം ഓർബോ, എന്റെ ഡ്രാഗൺ ബോളിന്റെ പേര് അതൊന്നുമല്ല. എന്റെ ഡ്രാഗൺ ബോൾ സുഷിൻചു ആണ്, 4 നക്ഷത്രങ്ങളുള്ള ബോൾ എന്നും പറഞ്ഞിട്ട് അവൻ ആ നക്ഷത്രങ്ങൾ അവൾക്ക് കാണിച്ചു കൊടുത്തു. അത് കാണുമ്പോൾ അത് അവളുടെ ബോളല്ല എന്ന കാര്യമൊക്കെ മനസ്സിലായി. കാരണം ഇവളുടെ കയ്യിലുണ്ടായിരുന്ന പ്രോമിത്തിയം ഓർബിന് 5 നക്ഷത്രങ്ങളാണുള്ളത്. അങ്ങനെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഈ സമയം അവളുടെ ഒരു സംശയം ശരിയാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതായത് ഇവളുടെ കയ്യിലുള്ളത് പോലെ വേറെയും ബോളുകളുണ്ട്. അങ്ങനെ അവളും കൂടെ അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ അവൻ ചോദിക്കുന്നത് നിന്റെ ഡ്രാഗൺ ബോളിൽ എന്താണ് സംഭവിച്ചതെന്നാണ്. ഈ സമയം അവൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങി. ഇവളുടെ അച്ഛനൊരു കമ്പനിയുണ്ട്, ക്യാപ്സ്യൂൾ കോർപ്പറേഷൻ. അവിടുത്തെ ഒരു വാൾട്ടിനകത്തായിരുന്നു ഇവർ ആ ബോൾ സൂക്ഷിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി ഒരുത്തി വന്നിട്ട് അത് അടിച്ചുകൊണ്ട് പോയി. ഇവൾ അതിനെ തുറന്ന് അവളെ പിടിക്കാനൊക്കെ പോയതാണ്. പക്ഷെ ബുൾമയ്ക്ക് അവളെ കിട്ടിയില്ല. അത് മോഷ്ടിച്ചുകൊണ്ട് പോയത് മായയാണ്. പക്ഷെ ഇവക്ക് ഈ മായിനെ കുറിച്ചും പിക്കിളാനെ കുറിച്ചിട്ടൊന്നും അറിയത്തില്ല. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞു കഴിയുമ്പോൾ അവൻ അടുത്തായിട്ട് ചോദിക്കുന്നത്, അല്ല എന്റെ കയ്യിൽ ഡ്രാഗൺ ബോൾ ഉണ്ട് എന്ന കാര്യം നിനക്ക് എങ്ങനെയാണ് മനസ്സിലായതെന്നാണ്. അതേക്കുമ്പോൾ അതിൽ എന്റെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട്, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഡ്രാഗൺ ബോളിന്റെ എനർജി ലൊക്കേറ്റ് ചെയ്ത് അത് എവിടെയാണെന്ന് കണ്ടെത്തി തരാൻ ഈ ഡിവൈസിനാവും എന്ന് പറഞ്ഞിട്ട് അവളെ ഡിവൈസ് കാണിച്ചു കൊടുത്തു. പക്ഷെ ആ ഡിവൈസിന് അവൾ ഇതുവരെയായിട്ടൊരു പേരിട്ടിട്ടില്ല. അതിലിപ്പോൾ ഗോകു അതിനൊരു പേരിട്ടു. അതിന് ഡ്രാഗൺ ബോളിന്റെ എനർജി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ട് DBE എന്നാണ് അവനതിന് പേര് കൊടുക്കുന്നത്, ഡ്രാഗൺ ബോൾ എനർജി. ആ പേര് അവൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ സമയം പറയുന്നത്, ഞാൻ ഒരു ആവശ്യത്തിനു വേണ്ടി ഒരാളെ കാണാൻ പോവാണ്. നീ എന്റെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ, എന്നെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ഡ്രാഗൺ ബോൾ കണ്ടെത്തി തരാൻ ഞാനും നിന്നെ സഹായിക്കാം. അതേക്കുമ്പോൾ അതിനെന്തിനാണ് എനിക്ക് നിന്റെ ആവശ്യം? എന്റെ കയ്യിൽ ഈ ഡിവൈസ് ഉണ്ടല്ലോ. ശരിയാണ്, ഈ ഡിവൈസ് വെച്ച് ആ ഡ്രാഗൺ ബോൾ കണ്ടെത്താൻ പറ്റും. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം, നീ മാത്രമല്ല ആ ബോളിന്റെ പുറകെ ഉള്ളത്. അപ്പൊ നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിനക്കൊരു അപകടം ഉണ്ടാവാനും സാധ്യതയില്ലേ? അവൻ അത് പറയുമ്പോൾ അത് ശരിയാണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവനെ സഹായിക്കാമെന്ന് അവൾ സമ്മതിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഡീലാക്കി അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നാൽ അവൻ വിചാരിച്ച പോലെ അവൾ അങ്ങനെ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നില്ല. ഈ ടെക്നോളജിയിൽ അവൾ പുലിയാണ്. ഇപ്പൊ തന്നെ അവൾ ഒരു ചെറിയ ഡിവൈസ് എടുത്ത് നിലത്തേക്ക് വെച്ചു. എന്നിട്ടൊരു ബട്ടൺ ഞെക്കാണ്. അതിന് തുറന്ന ചെറിയ ഡിവൈസ് വലിയൊരു ബൈക്കായിട്ട് മാറി. അത് കണ്ട് അവൻ ശരിക്കും അന്തം വിട്ടുപോയി. അങ്ങനെ അവർ രണ്ടുപേരും ആ ബൈക്കിൽ കയറിയിട്ടാണ് മാസ്റ്റർ റോഷി അന്വേഷിച്ചിറങ്ങുന്നത്. അങ്ങനെ സമയം രാത്രി. അവരിപ്പം സിറ്റിയിലൊരു സ്ഥലത്തെത്തി. ബുൾമ ഇപ്പം അവളുടെ കയ്യിലുള്ള ടെക്നോളജിയൊക്കെ വെച്ച് റോഷി എന്ന പേരുള്ള ആരെങ്കിലുമൊക്കെ ആ ഏരിയയിലുണ്ടോ എന്നൊക്കെ അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവിടെ പുറകിലായിട്ട് ഗോകു ആണെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കുറെ നേരം സെർച്ച് ചെയ്തിട്ടും അങ്ങനെ ഒരു പേരുള്ള ആരെയും അവൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ അവൾ അവൻ്റെ അടുത്ത് പറയുമ്പോഴാണ് പെട്ടെന്ന് അവൻ എന്തോ ഒരു കാര്യം സെൻസ് ചെയ്യുന്നത്. സാധാരണ ഇവൻ ഇങ്ങനെ ഒരു കഴിവുണ്ട്, അവന്റെ ഗ്രാൻഡ് ഫാദറിന് അവന് സെൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ആ സെൻസിങ്ങിൽ നിന്നും അവർക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. ആ കാര്യം അവൻ അവളുടെ അടുത്ത് പറയുമ്പോഴാണ് അവളുടെ കയ്യിലെ ഡിവൈസിൽ ശബ്ദം ഉണ്ടാവുന്നത്. അതിൽ നിന്നും ആ ഡ്രാഗൺ ബോൾ ഈ പരിസരത്തായിട്ട് തന്നെ ഉണ്ട് എന്ന കാര്യം മനസ്സിലായി. അങ്ങനെ അവർ നേരെ എത്തിച്ചേരുന്നത് ഒരൊറ്റപ്പെട്ട വീട്ടിലാണ്. അവർ രണ്ടുപേരും വേഗം തന്നെ ആ വീട്ടിലേക്ക് കയറി അതിനകത്ത് മൊത്തം പരിശോധിക്കാൻ തുടങ്ങി. ആ പരിശോധനയ്ക്കിടയിലാണ് ഗോകുവിന്റെ കാൽ തട്ടിയിട്ട് അവിടുത്തെ വലിയൊരു ബോൾ താഴേക്ക് വീഴുന്നത്. അതിന് താഴെയായിട്ട് കുറച്ച് കോയിൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ മുകളിലേക്ക് തെറിച്ചു. എന്നാൽ ഇവന് സൂപ്പർ സ്പീഡ് ഉണ്ട്. അവൻ ഒറ്റ സെക്കൻഡോട് തന്നെ അതെല്ലാം പിടിച്ചു. എന്നാൽ ഒരെണ്ണം മിസ്സായി. അതിപ്പോ അപ്പുറത്തേക്ക് പോയിട്ട് ഒരു സ്ഥലത്ത് തട്ടി. ആ തട്ടിയ ശബ്ദം ഇപ്പൊ ആ വീടിന്റെ ഉടമസ്ഥൻ കേട്ടു. അതിനെ തുറന്ന് അയാൾ ഇപ്പൊ അവന് മുമ്പിലേക്ക് ചാടി വീഴാണ്. അങ്ങനെ ഗോകു കള്ളനാണെന്ന് വിചാരിച്ചിട്ട് അയാൾ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇയാളും ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. അതുകൊണ്ട് ഗോകുവിന് അയാളെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല. ഈ സമയത്താണ് നിർത്തുമെന്നും പറഞ്ഞിട്ട് ബുൾമ അങ്ങോട്ട് വരുന്നത്. എന്നാൽ നല്ല ഇടി കിട്ടി നിൽക്കുന്നതുകൊണ്ട് ഗോകു അങ്ങോട്ട് നിർത്തുന്നില്ല. അവൻ അവന്റെ അവസാന തടവ് പ്രയോഗിക്കുകയാണ്, ആ ഷാഡോ ക്രെയിൻ സ്ട്രൈക്ക്. അവൻ ആ എനർജി പുറത്തേക്ക് വിടുമ്പോൾ അത് മനസ്സിലായ ഉടനെ അയാൾ താഴ്ന്നു. അങ്ങനെ ആ എനർജി നേരെ ചെന്ന് തട്ടുന്നത് അവക്കാണ്. അവൾ തെറിച്ചു പോവുകയും ചെയ്തു. ഈ സമയം അയാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നത്, ഷാഡോ ക്രെയിൻ സ്ട്രൈക്ക്, അപ്പൊ നീ ഗോഹന്റെ കൊച്ചുമകനാണല്ലേ? അയാളുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ അവൻ അത്ഭുതമായി. നിങ്ങൾക്ക് എങ്ങനെ എന്റെ ഗ്രാൻഡ് ഫാദറിനെ അറിയാം? അറിയാൻ ഗോകു, ഞാനാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ. അയാൾ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ ഇയാളാണ് താൻ അന്വേഷിച്ചു വന്ന മാസ്റ്റർ റോഷി എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അവനിപ്പോ റോഷിയുടെ അടുത്ത് പറഞ്ഞു. പിക്കോളോ തിരിച്ചു വന്നെന്ന് കേൾക്കുമ്പോൾ അയാൾക്കും ടെൻഷനായി. അയാൾ ഉടനെ തന്നെ അയാളുടെ ഡ്രാഗൺ ബോൾ തപ്പാൻ തുടങ്ങി.
ഒരു പെട്ടിയിലാണ് അയാൾ പരിശോധിക്കുന്നത്. എന്നാൽ പെട്ടിയിൽ ആ ബോൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ഗോകു അത് കണ്ടെത്തി. ഇത്തവണ അവനത് എടുത്തപ്പോഴും അതിൽ നിന്നൊരു പ്രകാശവും വന്നു. അവന് ചില വിഷൻസും വരാൻ തുടങ്ങി. അത് ലോകാവസാനത്തിന്റെ ഒരു വിഷനാണ്. ശരിക്കും ഇവൻ ഈ വിഷനിൽ കാണുന്നതൊക്കെ ഫ്യൂച്ചറാണ്. പെട്ടെന്ന് ആ കാഴ്ച കണ്ടപ്പോൾ ഇത്തവണയും ആ ബോൾ അവന്റെ കയ്യിൽ നിന്ന് വീണു. ഈ സമയം റോഷി വന്നിട്ട് ആ ബോൾ എടുക്കുകയും ചെയ്തു. ആ ബോൾ എടുത്തതിന് ശേഷം അയാൾ പറയുന്നത് ഇനിയിപ്പോൾ 7 ദിവസത്തിനുള്ളിൽ സൂര്യഗ്രഹണം നടക്കും, അതാണ് ലോകാവസാനത്തിന്റെ ആരംഭം. എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ബുൾമ അതൊന്നും വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ പഴയ കാലത്തെ കഥകളല്ലേ, നിങ്ങളൊക്കെ ഇപ്പോഴും ഇതും വിശ്വസിച്ചുകൊണ്ട് നടക്കുകയാണോ എന്നാണ് അവള് ചോദിക്കുന്നത്. അതേ ബുൾമ, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇതിനു മുമ്പൊന്നും ഇതിനെക്കുറിച്ച് എനിക്ക് സെൻസ് ചെയ്യാനേ പറ്റിയിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പം എനിക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെ കാരണം ഈ ഗോകു ആണ്. നീയാണ് ആ കീ. ഗോഹൻ അത് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം നിന്നെ ട്രെയിൻ ചെയ്തത്. അയാൾ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഗോകു നീ പറഞ്ഞ പോലെ തന്നെ നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ വന്നു. മാസ്റ്റർ റോഷിയെ നമ്മൾ കണ്ടെത്തി. ഇനി നീ എനിക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ടല്ലോ എന്റെ കൂടെ വരാമെന്ന്, നീ വേഗം വന്നേ. അവൾ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ അവൻ പറയുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, നമുക്ക് 3 പേർക്കും കൂടെ ഒരുമിച്ച് പോവാം എന്നാണ് അവൻ പറയുന്നത്. മാസ്റ്റർ റോഷിയും അതിന് സമ്മതിച്ചു. അങ്ങനെ പിറ്റേ ദിവസമായി ആ പിക്കോളോ ഇപ്പം അയാളുടെ സ്പേസ്ഷിപ്പിൽ മുകളിലൂടെ എങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇപ്പൊ ഒരു കായലിന്റെ മുകളിലെത്തുമ്പോൾ അയാളുടെ പവർ വെച്ച് അതിലെ വെള്ളം മൊത്തം വറ്റിച്ചു കളയാണ്. കാരണം അതിനകത്തൊരു ഡ്രാഗൺ ബോൾ കിടക്കുന്നുണ്ട്. അങ്ങനെ വേഗം താഴേക്ക് ഇറങ്ങിയിട്ട് അയാൾ ആ ഡ്രാഗൺ ബോൾ എടുക്കുകയും ചെയ്തു. ഇതേസമയത്തിന് ഗോകും കൂട്ടരും യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. മാസ്റ്റർ റോഷിയുടെ ഒരു ലോഡ് സാധനങ്ങൾ അയാൾ ഇങ്ങനെ കെട്ടിക്കൂട്ടിയെടുത്തിട്ടുണ്ട്. അതെന്തായാലും ആ ബൈക്കിൽ വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അയാൾ ബൈക്കിന്റെ പുറകിലിരുന്നിട്ട് ഗോകു താങ്ങി പിടിച്ചുകൊണ്ട് ഇവരുടെ പുറകെ ഓടുകയാണ്. നന്നായിട്ട് ഓടാൻ പറ്റുന്നതുകൊണ്ട് അവനത് വലിയ വിഷയമല്ല. അങ്ങനെ മരുഭൂമിയിൽ കൂടെ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഒരു ടെമ്പിൾ ഉണ്ടെന്നും പറഞ്ഞിട്ട് അയാൾ അവരൊരു മലയുടെ മുകളിലേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ്. എന്നാൽ അയാൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല അവിടുത്തെ കാഴ്ച. അവിടെ ഇപ്പം മാർഷൽ ആർട്സ് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗോകു അങ്ങോട്ട് നോക്കുമ്പോൾ ആ കൂട്ടത്തില് ചീച്ചി ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ ആ വേഗം അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഈ സമയം അവൾ വേറെ ചില കാര്യങ്ങൾ അവന്റെ അടുത്ത് പറയാണ്. അതായത് ഇവളും ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് അവന്റെ ആ കീയെ കുറിച്ചൊക്കെ നേരത്തെ അവൾക്ക് മനസ്സിലായത്. മാത്രമല്ല ഗോകുവിന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഇവളും അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മാസ്റ്റർ റോഷി അവനെ വിളിക്കുന്നത്. അതിനെ തുറന്ന് നമുക്ക് പിന്നെ കാണാമെന്നും പറഞ്ഞിട്ട് ഗോകു അയാളുടെ അടുത്തേക്ക് പോയി. ഈ സമയമാകുമ്പോഴേക്കും ഒരു ഡ്രാഗൺ ബോളിന്റെ ലൊക്കേഷൻ ആ ഡിവൈസ് വെച്ചിട്ട് ബുൾമ കണ്ടെത്തി. നമുക്ക് വേഗം അങ്ങോട്ട് പോകണം എന്നാണ് അവൾ പറയുന്നത്. അതിനെ തുറന്ന് അവർ 3 പേരും ആ ഡ്രാഗൺ ബോൾ അന്വേഷിച്ചു പോവാണ്. ഇത്തവണ അവർ 3 പേരും ബൈക്കിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ യാത്രക്കിടയിൽ റോഷി ഇപ്പം അവന് വേറെ ചില കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതായത് അവനെ തല കുത്തി നിർത്തി അയാളുടെ കയ്യിൽ ഒരു ഓറഞ്ച് വെച്ചു. എന്നിട്ട് അവന്റെ ആ എനർജി വെച്ച് ആ ഓറഞ്ച് തകർത്ത് കളയാനാണ് അയാൾ ഇപ്പം അവനോട് പറയുന്നത്. അവനാണെങ്കിൽ അതുപോലെ ചെയ്യുകയും ചെയ്തു. ആ ഓറഞ്ചിന്റെ ജ്യൂസൊക്കെ അയാളുടെ മുഖത്തേക്കാണ് അടിക്കുന്നത്. അതിനിടയിലാണ് ബുൾമയുടെ കയ്യിലുള്ള ഡിവൈസ് വീണ്ടും ശബ്ദിക്കുന്നത്. അതിൽ നിന്നും 3 മൈൽ ദൂരെയായിട്ട് ആ ഡ്രാഗൺ ബോൾ ഉണ്ട് എന്നൊക്കെ രഘു മനസ്സിലായി. അതുകൊണ്ട് അവൾ വണ്ടിയുടെ വേഗത കൂട്ടി. എന്നാൽ ആ പോക്കിലാണ് അവരൊരു വലിയ കുഴിക്കുള്ളിലേക്ക് വീണു വന്നത്. താഴേക്ക് വീണതും അവൾ ആ ബൈക്ക് ചുരുക്കി. അതുകൊണ്ട് അതിന് വലിയ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല. ഈ സമയത്താണ് യാംച എന്ന് പറയുന്ന ഒരുത്തൻ ആ കുഴിയുടെ മുകളിലേക്ക് വരുന്നത്. ഇവനൊരു കള്ളനാണ്. ഇതുപോലെ ആൾക്കാരെ കവർ ചെയ്യാൻ വേണ്ടി അവനുണ്ടാക്കിയ ഒരു കുഴിയായിരുന്നത്. അപ്പൊ അവൻ പറയുന്നത് ഞാൻ നിങ്ങളെ രക്ഷിക്കാം, പക്ഷെ അതിന് നിങ്ങൾ കാശ് തരേണ്ടി വരുന്നതാണ്. എന്നാൽ അവരതിന് സമ്മതിക്കുന്നില്ല. എന്നാൽ പിന്നെ ഇവിടെ തന്നെ കടന്നോന്നും പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ സമയം രാത്രി. മാസ്റ്റർ റോഷി ഇപ്പം ആ പിക്കളോന്റെ കഥ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുവേണ്ടി അയാൾ എന്തൊക്കെ ആക്ഷൻ കാണിച്ച് അവിടെ കത്തിച്ചു വെച്ച തീ ഉണ്ടല്ലോ അതിലതിന്റെ വിഷ്വൽസ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമി അങ്ങോട്ട് നശിപ്പിച്ചു കളഞ്ഞു. അതൊരു മനുഷ്യനല്ല, ആകാശത്ത് നിന്ന് വന്ന ഒരു ദൈവമായിരുന്നു. അവന്റെ പേര് പിക്കളോ. അവനൊരു അനുയായി ഉണ്ടായിരുന്നു, ഉസാറു. അങ്ങനെ അവരിങ്ങനെ ഭൂമി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 7 വാരിയേഴ്സ് അവനുമായിട്ട് ഫൈറ്റ് ചെയ്തു. അവരവരുടെ തന്നെ ജീവൻ കൊടുത്ത് ഒരു മാന്ത്രിക കുടം ഉണ്ടാക്കി. അതിനെ പറയുന്നത് മാഫൂബ എന്നാണ്. അതിൽ വളരെ ശക്തിയുള്ള ഒരു ശാപം കൂടെ ഉണ്ട്. അങ്ങനെയാണ് അവർ പിക്കളോനെ പിടിച്ചു കെട്ടിയത്. എന്നെങ്ങനെയോ പിക്കളോ ഇപ്പൊ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ബ്ലഡ് മൂൺ സൂര്യനെ മറയ്ക്കും. അതോടുകൂടെ ആ ഉസാറു പിന്നെയും ഭൂമിയിലേക്ക് വരും. ഇനിയിപ്പോൾ ആ പിക്കളോനെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 7 ഡ്രാഗൺ ബോൾസും കണ്ടെത്തിയേ പറ്റൂ. ആ 7 ഡ്രാഗൺ ബോൾസ് ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ അയാൾക്ക് ഷെൻലോങ്ങിന്റെ ശക്തി കിട്ടും. അങ്ങനെ വരുമ്പോൾ അയാളുടെ ഒരു പെർഫെക്റ്റ് വിഷ് സാധിച്ചെടുക്കാനും പറ്റും. അത് നിന്നെ കൊണ്ടേ പറ്റൂ ഗോകു. പക്ഷെ നമുക്ക് ആ ഡ്രാഗൺ ബോൾ കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് കൂട്ടക്കുരുതിയാണ്. ഈ ഭൂമി മൊത്തത്തിൽ അവൻ നശിപ്പിക്കും. എല്ലാവരെയും അവൻ കൊല്ലും. അതെല്ലാം വെറുതെ നമ്മൾ നോക്കി നിൽക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങളൊക്കെ റോഷി പറയുമ്പോൾ ഇതെല്ലാം കുഴിയുടെ മുകളിൽ നിന്നും ആ യാംചയും കേട്ടു. അവന് ശരിക്കും ചിരിയാണ് വരുന്നത്. എന്ത് പൊട്ടക്കഥയാടോ താൻ ഈ പറയുന്നത് എന്നാണ് അവന്റെ ചോദ്യം. അത് കേൾക്കുമ്പോൾ ഗോകുലങ്ങോട്ട് ദേഷ്യം വന്നു. മര്യാദയ്ക്ക് ഞങ്ങളുടെ പുറത്തേക്ക് വിടണമെന്ന് പറഞ്ഞിട്ട് അവനൊരൊറ്റ ചാട്ടം ചാടി മുകളിലേക്ക്. ആ കുഴിയുടെ 3/4 ഭാഗം അവൻ മുകളിലേക്ക് പൊങ്ങി വന്നു. പക്ഷെ കുഴിയിൽ നിന്ന് കയറാൻ അവന് പറ്റിയില്ല. അവൻ പിന്നെയും താഴേക്ക് വീണു. അത് കാണുമ്പോൾ യാംച പറയുന്നത് നീ എന്താണ് പേടിപ്പിക്കാണോ? ഇനി കൂടുതൽ ഇതുപോലത്തെ അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകും കേട്ടോ. അതുകൊണ്ട് മര്യാദയ്ക്ക് ആലോചിച്ചിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കും എന്നാണ് യാംച പറയുന്നത്. എന്നാൽ ഈ സമയത്താണ് ബുൾമയുടെ കയ്യിലുള്ള ഡിവൈസിൽ അലാറം അടിക്കുന്നത്. അതിൽ നിന്നും അവർ നിൽക്കുന്ന ഈ കുഴീന്റെ അടിയിലാണ് ആ ഡ്രാഗൺ ബോൾ ഉള്ളത് എന്നൊക്കെ രഘു മനസ്സിലായി. പക്ഷെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ പാറയൊക്കെ തുറക്കേണ്ടി വരും. ആ കാര്യം അവൾ പറഞ്ഞു തീർന്നതും മാസ്റ്റർ റോഷി ഒരൊറ്റ ചാട്ടം മുകളിലേക്ക്. അയാൾ കറക്റ്റായിട്ട് ആ കുഴിയുടെ അപ്പുറത്തേക്ക് എത്തുകയും ചെയ്തു. ഇതെല്ലാം കാണുമ്പോൾ യാംചയ്ക്ക് ശരിക്കും പേടിയായി. അവൻ അവരെ സഹായിക്കുമെന്ന് സംഭവിച്ചു.
അങ്ങനെ അവനും കുഴിയിലേക്ക് ഇറങ്ങി ഒരു വലിയ മെഷീൻ ഉപയോഗിച്ചിട്ട് അവിടുത്തെ പാറയൊക്കെ തുറക്കുകയാണ്. വലിയൊരു തുരങ്കം ഉണ്ടാക്കിയിട്ട് അവരതിനുള്ളിലൂടെ നടക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ പിക്കോളോ ആണെങ്കിൽ അയാളുടെ സ്പേസ് ഷിപ്പിൽ നിൽക്കുകയാണ്. അതിനിടയിൽ ആ മായി ഇങ്ങോട്ട് വന്നു. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ റോഷിയെ ഫോളോ ചെയ്തു. അയാളിപ്പം ഗോകുവിനെ ട്രെയിൻ ചെയ്യാണ്. പക്ഷെ ഇവൾ അവന്റെ പേര് പറയുന്നത് സാൻ ഗോകു എന്നാണ്. അതെല്ലാം അവൾ പറയുമ്പോൾ, ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ, എന്നാൽ പിന്നെ നമുക്ക് വേറെ ചില കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട് എന്നും പറഞ്ഞിട്ട് അയാൾ ആ സ്പേസ് ഷിപ്പിനകത്തെ ഒരു കസേരയിലേക്ക് ഇരുന്നു. എന്നിട്ട് അയാളുടെ 2 കൈകളും ആ സീറ്റിലൊരു ഭാഗത്തേക്ക് വെച്ചു. അതിനെ തുടർന്ന് 2 സിറിഞ്ചുകൾ അയാളുടെ കയ്യിലേക്ക് കയറി. എന്നിട്ട് അയാളെ ബ്ലഡൊക്കെ വലിച്ചെടുക്കുകയാണ്. ഈ സമയം തന്നെ അയാളുടെ മുമ്പിലായിട്ട് ഒരു കൂടുണ്ട്. അപ്പൊ അയാളുടെ ബ്ലഡൊക്കെ വലിച്ചെടുത്ത് കഴിയുമ്പോൾ ആ കൂട്ടിനുള്ളിൽ ഒരു ഭീകര ജീവി ഉണ്ടായിട്ട് വരികയാണ്. ഇതേ സമയം തന്നെ ഗോകും കൂട്ടരും ഇപ്പൊ ആ തുരങ്കത്തിലൂടെ നടന്ന് വേറൊരു ഭാഗത്തേക്ക് എത്തി. അത് നല്ല ചൂടുള്ള ഏരിയ ആണ്. അതിലെ ലാവയൊക്കെ ഒഴുകുന്നുണ്ട്. അവിടെ വെച്ച് ആ ഡ്രാഗൺ ബോൾ അവർ കണ്ടു. അതൊരു പാറയുടെ മുകളിലിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ലാവയുടെ വലിയൊരു കുളം ഉണ്ട് അവിടെ. അതും ക്രോസ് ചെയ്തിട്ട് പോകണം. അതിനിപ്പോ എന്ത് ചെയ്യും എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് പിക്കോളോ ഉണ്ടാക്കിയ ആ ഭീകര ജീവികൾ അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും ഗോകു ചെന്നിട്ട് അവറ്റകളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവനൊരു വാള് വെച്ച് അവറ്റകളെല്ലാവരും വെട്ടി വീഴ്ത്തി. എന്നാൽ ഓരോ തവണ വെട്ടി വീഴ്ത്തുമ്പോഴും ആ വെട്ടി വീഴ്ത്തിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ ജീവികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ജീവികളെ പിടിച്ചിട്ട് ലാവയിലേക്ക് ഇട്ടു. അതോടുകൂടെ ആ ജീവികളെല്ലാം ചത്തു. പക്ഷെ അവറ്റകളിപ്പം ആ ലാവയുടെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുകയാണ്. അത് കാണുമ്പോൾ ഗോകുവിന് ഒരു ഐഡിയ തോന്നി. അവൻ പിന്നെ അങ്ങോട്ട് വരുന്ന ജീവികളൊക്കെ വീണ്ടും ഓരോരോ കഷ്ണങ്ങളായിട്ട് വെട്ടിവീഴ്ത്തി. എന്നിട്ട് അതിൽ നിന്നുണ്ടാവുന്ന ജീവികളൊക്കെ പിടിച്ചിട്ട് ആ ലാവയിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അവനൊരു പാലം പോലെ അവിടെ ഉണ്ടാക്കി. എന്നിട്ട് അതിലൂടെ ഓടിയിട്ട് വേഗം അപ്പുറത്തേക്ക് കടന്നു. അങ്ങനെ അവൻ ആ ഡ്രാഗൺ ബോൾ കിട്ടുകയും ചെയ്തു. അത് 6 നക്ഷത്രങ്ങളുള്ള ബോളായിരുന്നു. ഇപ്പൊ ആ ബോൾ എടുത്തപ്പോഴും ഫ്യൂച്ചറിൽ ഒരു വിഷൻ അവൻ കണ്ടു. അതിലവൻ കാണുന്നത് മാസ്റ്റർ റോഷിയും ബുൾമയും എല്ലാവരും മരിക്കുന്നതാണ്. അത് കണ്ട് ഞെട്ടി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ മായി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ മായിക്ക് അവനെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല. അവൻ അത്രയ്ക്കും പവർഫുൾ ആണ് ഇപ്പോൾ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം അവൻ ആ ബോൾ എടുത്തു. എന്നിട്ട് അവൻ കണ്ട ഫ്യൂച്ചറിന്റെ കാര്യങ്ങളൊക്കെ അവനിപ്പോൾ മാസ്റ്റർ റോഷിയുടെ അടുത്ത് പറയാണ്. അതേക്കുമ്പോൾ അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, ഫ്യൂച്ചർ അല്ലേ, അത് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അയാൾ ആ ബോൾ അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ബുൾമയ്ക്ക് ഇട്ട് കൊടുത്തു. അത് ക്യാച്ച് ചെയ്തതിനു ശേഷം അവൾ പറയുന്നത്, സൂര്യഗ്രഹണം നടക്കാൻ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. നമുക്ക് ഉറപ്പായിട്ടും ബാക്കിയുള്ള ബോളുകൾ ഈ സമയത്തിനുള്ളിൽ കണ്ടെത്താൻ പറ്റത്തില്ല. അതേക്കുമ്പോൾ പിക്കളോനെ സ്റ്റോപ്പ് ചെയ്യാൻ മറ്റൊരു വഴിയുണ്ട്. അതിനുവേണ്ടി എനിക്കൊരാളെ കാണണം എന്നാണ് റോഷി പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതിനു ശേഷം അവരോട് നടക്കാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് മായിയാണെങ്കിൽ ആ പാറയുടെ മുകളിലായിട്ടിരിക്കുകയാണ്. അങ്ങനെ മാസ്റ്റർ റോഷി നേരെ പോകുന്നത് അയാളുടെ പഴയൊരു ട്രെയിനറെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇയാളുടെ പേര് സിഫു. അങ്ങനെ സിഫുവിന്റെ അടുത്ത് ചെന്നിട്ട് റോഷി കാര്യങ്ങളെല്ലാം പറഞ്ഞു, ആ പിക്കോളോ തിരിച്ചു വന്ന കാര്യം. അതെല്ലാം കേൾക്കുമ്പോൾ സിഫുവും ശരിക്കും ഞെട്ടിപ്പോയി. ഈ സമയം റോഷി പറയുന്നത്, ആ ഡ്രാഗൺ ബോൾസ് മുഴുവൻ എന്തായാലും ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റത്തില്ല, അതിനുള്ള സമയമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ പിക്കോളോനെ പിടിക്കാൻ ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, പഴയ വഴി. നിങ്ങൾ എനിക്ക് എങ്ങനെയെങ്കിലും ആ കൂട ഉണ്ടാക്കി തരണം, മഫൂബ. പക്ഷേ ഈ മഫൂബ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. ചിലപ്പോൾ ഈ റോഷിയുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കും. എങ്കിലും റോഷി നിർബന്ധിക്കുമ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് സിഫു പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി ഇപ്പൊ മാർഷൽ ആർട്സിന്റെ ഒരു ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഫൈറ്റിൽ പങ്കെടുക്കുന്നതിൽ ഒരാള് നമ്മുടെ ചീച്ചിയാണ്. എന്നാൽ ആ ഫൈറ്റ് നടക്കുന്നതിന്റെ ഇടയിൽ ചിച്ചിയുടെ ഒപ്പണന്റ് ഉണ്ടല്ലോ, അവള് പെട്ടെന്ന് ഫൈറ്റ് മതിയാക്കിയിട്ട് അപ്പുറത്തേക്ക് മാറിയിരുന്നു. അതിനെ തുടർന്ന് ചിച്ചിയാണ് ആ ഫൈറ്റ് ജയിച്ചത് എന്ന് അവർ അനൗൺസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അവളപ്പുറത്തേക്ക് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന കാര്യം ചിച്ചിക്ക് മനസ്സിലായിട്ടില്ല. എന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളോട് ഫൈറ്റ് ചെയ്തത് മായിയാണ്. ആ ഫൈറ്റിന്റെ ഇടയിൽ നൈസായിട്ട് അവള് ചിച്ചിയുടെ കയ്യിൽ ഒരു മുറിവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അവളുടെ ബ്ലഡ് എടുക്കാൻ വേണ്ടി. അപ്പൊ ആ ബ്ലഡും കളക്ട് ചെയ്തിട്ടാണ് മായി അവിടുന്ന് പോകുന്നത്. ആ ബ്ലഡ് ഉപയോഗിച്ചിട്ട് ഒരു പരിപാടിയുണ്ട്. പക്ഷെ അവളുടെ ബ്ലഡ് എടുത്ത കാര്യം ചിച്ചിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഈ സമയത്താണ് ഗോകു അങ്ങോട്ട് വരുന്നത്. അവനിപ്പോൾ അങ്ങോട്ട് വരും എന്ന കാര്യം ചിച്ചി തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ വേഗം ചെന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ചു. എന്നാൽ ഈ സമയത്താണ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ മുറിവ് അവനും കാണുന്നത്. ഇപ്പൊ അവൻ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ആ കാര്യം അവളും ശ്രദ്ധിക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ ബുൾമയും യാംചയും അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഈ യാംച ഒരു കള്ളനായിരുന്നെങ്കിലും ഇവളെ കണ്ടതിന് ശേഷം അവൻ ഭയങ്കര ഡീസന്റ് ആണ്. മാത്രമല്ല ബുൾമയ്ക്ക് അവനോടൊരു ഇഷ്ടമുണ്ട്. അങ്ങനെ സമയം രാത്രി മാസ്റ്റർ റോഷി ഇപ്പം അവരിപ്പോൾ നിൽക്കുന്ന സിഫുവിന്റെ ടെമ്പിൾ ഉണ്ടല്ലോ, അവിടെ ഒരു സ്ഥലത്ത് വെച്ച് ഗോകുവിന് ചില ടെക്നിക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ അയാൾ അവനെ ട്രെയിൻ ചെയ്തു. ഇനി അവസാനമായിട്ട് ഒരു വിദ്യ കൂടെ അവന് പഠിപ്പിച്ചു കൊടുക്കാനുണ്ട്. പക്ഷെ അവന്റെ പ്രായം കൺസിഡർ ചെയ്യുമ്പോൾ ആ വിദ്യ പഠിക്കാനുള്ള പ്രായം അവനായിട്ടില്ല. അത് ഇവന്റെ ഗ്രാൻഡ് ഫാദറിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാലം അയാൾ അവനത് പഠിപ്പിച്ചു കൊടുക്കായിരുന്നത്. എന്നാൽ ഇവരെ സംബന്ധിച്ച് ഇപ്പൊ പിക്കോളോന്റെ പ്രശ്നം വന്നിരിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് ഇപ്പൊ അത് പഠിപ്പിച്ചു കൊടുക്കാം എന്ന് റോഷി തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഷാഡോ ക്രെയിൻ സ്ട്രൈക്ക് ഉണ്ടല്ലോ, അതേപോലെ മറ്റൊരു ടെക്നിക്കാണിത്. ഇതിനെ പറയുന്നത് കാമേ ഹാമേ ഹാ എന്നാണ്. ഇതൊരു എയർ ബെൻഡിങ് ടെക്നിക്കാണ്. അതായത് കൈ ചുഴറ്റിയിട്ട് തീ ഉണ്ടാക്കിയിട്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിപ്പോ റോഷി അവര് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അയാളത് സിമ്പിളായിട്ട് കാണിച്ചെങ്കിലും അവനെ സംബന്ധിച്ചത് കുറച്ച് പാടാണ്. അതുകൊണ്ട് അയാൾ പറയുന്നത്, നീ നിന്റെ മനസ്സ് ഏകാഗ്രമാക്കിയിട്ട് കുറേ നേരം ഇവിടുന്ന് ട്രെയിൻ ചെയ്യും, അപ്പൊ നിനക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയും പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോയി. അതിനെ തുറന്ന് ഗോകു ഒറ്റയ്ക്ക് നിന്നിട്ട് ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അവൻ ആദ്യം കൈ ചുഴറ്റുമ്പോൾ വെറും പുകയാണ് വരുന്നത്, അവന് തീ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഈ സമയത്താണ് ചീച്ചി അങ്ങോട്ട് വരുന്നത്.
ഇവക്കും ഇതിനെക്കുറിച്ചൊക്കെ അറിയാം. ഇപ്പൊ അവൾ അവന്റെ കൂടെ നിന്നിട്ട് ആ ഒരു വിദ്യ അവനെ ട്രെയിൻ ചെയ്യാണ്. അതായത് അവർക്ക് ചുറ്റുമായിട്ട് 5-6 വിളക്ക് വെച്ചിട്ടുണ്ട്. നീ നിന്റെ മനസ്സ് ഏകാഗ്രമാക്കിയിട്ട് ഓരോ വിളക്കുകളും കത്തിക്കുക എന്നാണ് അവള് പറയുന്നത്. അങ്ങനെ അവള് പറഞ്ഞതുപോലെ അവൻ കുറെ നേരം ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ അവനിപ്പോ ആ വിളക്കൊക്കെ കത്തിക്കാൻ സാധിച്ചു. അതെല്ലാം കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവള് വേഗം ചെന്നിട്ട് അവനെ കിസ് ചെയ്യാണ്. ഇതേ സമയം തന്നെ സിഫുവും കൂട്ടരും കൂടെ ആ മഫൂബ എന്ന് പറയുന്ന കുട ഉണ്ടാക്കാനുള്ള യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ബുൾമ ഇപ്പൊ നല്ല ഉറക്കമായിരുന്നു. പെട്ടെന്നാണ് എന്തൊരു ശബ്ദം കേൾക്കുന്നത്. അതിനെ തുറന്ന് അവൾ തോക്ക് കൊടുത്തിട്ട് വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം അവൾ നോക്കുമ്പോൾ ഒരു പെണ്ണ് ഇപ്പൊ ഗോകുവിന്റെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. പക്ഷെ അവളുടെ മുഖം കാണുമ്പോൾ അവൾ തോക്ക് താഴ്ത്തി. അത് ചീച്ചിയായിരുന്നു. നീ എന്താ ഇപ്പൊ ഇവിടെ വന്നെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നത് ഒന്നുമില്ല, ഗോകു ഉറങ്ങിയോന്ന് അറിയാൻ വേണ്ടി വന്നാണ് എന്നാണ് ചീച്ചി പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും യാംചയും അങ്ങോട്ടെത്തി. എന്നാൽ ശരിയെന്നും പറഞ്ഞിട്ട് ചീച്ചി അപ്പുറത്തേക്ക് പോവുകയും ചെയ്തു. എന്നാൽ അതിനിടയിലാണ് ഗോകു പുറത്തു നിന്ന് അങ്ങോട്ട് വരുന്നത്. അപ്പൊ അവർ റൂമിലുണ്ടായിരുന്നില്ല. അത് കാണുമ്പോൾ യാംചയ്ക്കും ബുൾമയ്ക്കും ഡൗട്ടായി. പിന്നെ എന്തിനായിരിക്കും ചീച്ചി ഗോകുവിന്റെ റൂമിലേക്ക് പോയത്? ഈ സമയത്താണ് ബുൾമയുടെ കയ്യിലെ ഡിവൈസ് ശബ്ദിക്കുന്നത്. അതിൽ നിന്നും ചീച്ചി ആ ഡ്രാഗൺ ബോൾ എടുത്തോണ്ട് പോയി എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതിന് തുറന്ന് ഒരു 3 പേര് ചീച്ചിയുടെ പുറകെ ഓടാണ്. എന്നാൽ കുറെ കൂടി ഒരു കോറിഡോറിന്റെ അവിടെ എത്തുമ്പോൾ ചീച്ചി ഒരു തോക്കെടുത്ത് അവർക്ക് നേരെ ഷൂട്ട് ചെയ്തു. അതിന് തുറന്ന് ഗോകുവിന്റെയും കൂട്ടരുടെയും മുമ്പിലായിട്ട് തീ കത്തുകയാണ്. അത് കാരണം അവർക്ക് ഇപ്പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടെ തീയിട്ടതിന് ശേഷം ചീച്ചി തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഒരു ലേഡി വന്നിട്ട് അവൾ ഇടിച്ചേർപ്പിക്കുന്നത്. അതായിരുന്നു ഒറിജിനൽ ചീച്ചി. ഇപ്പൊ വന്നിട്ട് ആ ഡ്രാഗൺ ബോൾ എടുത്തത് ആ മായിയാണ്. നേരത്തെ അവള് ചീച്ചിയുടെ ബ്ലഡ് എടുത്തോണ്ട് പോയല്ലോ, അത് ഉപയോഗിച്ചിട്ട് അവള് രൂപം മാറിയതാണ്. അങ്ങനെ ഒറിജിനൽ ചീച്ചിയും ഡ്യൂപ്ലിക്കേറ്റ് ചീച്ചിയും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം കാണുമ്പോൾ പെട്ടെന്ന് ഗോകു അങ്ങോട്ട് വന്നു. പക്ഷെ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് യഥാർത്ഥ ചീച്ചി ആരാണ് എന്ന കാര്യം അവന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു ചീച്ചി താഴേക്ക് വീണപ്പം ഗോകു ചെന്നിട്ട് മറ്റേ ചീച്ചിക്കിട്ട് ഒരൊറ്റ ഇടി കൊടുത്തു. അതോടുകൂടെ അവളുടെ ബോധം പോവുകയും ചെയ്തു. എന്നാൽ ഈ സമയത്താണ് ബോധം കെട്ട ചീച്ചിയുടെ കയ്യിലെ മുറിവ് അവൻ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതിൽ നിന്നും താൻ ഇടിച്ചത് ഒറിജിനൽ ചീച്ചിനെയാണ് എന്ന കാര്യം അവന് മനസ്സിലായി. ഈ സമയത്താണ് ഡ്യൂപ്ലിക്കേറ്റ് ചീച്ചി അവനെ നേരെ ഷൂട്ട് ചെയ്യുന്നത്. അതോടുകൂടെ അവന്റെ ബോധം പോയി. അതിനിടയിൽ ബുൾമയും യാംചയും അങ്ങോട്ട് ഓടിയെത്തി. ഈ സമയം മായയാണെങ്കിൽ വെളിയിലേക്ക് ഓടുകയും ചെയ്തു. അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങിയതിനു ശേഷം അവൾ അവളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് വരികയാണ്. അത് കണ്ടതും ബുൾമ അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ മായ ഒരൊറ്റ ചാട്ടത്തിന് ആ മതിലിന്റെ അപ്പുറത്തേക്ക് പോയി. അങ്ങനെ സംഭവം അറിഞ്ഞ് മാസ്റ്റർ റോഷിയും കൂട്ടരങ്ങോട്ടെത്തി. ചീച്ചിക്ക് കുഴപ്പമില്ല, പക്ഷെ ഗോകുവിന്റെ കാര്യം കുറച്ച് മോശമാണ്. അവൻ ഏകദേശം മരിച്ച അവസ്ഥയിലാണ് അവിടെ കിടക്കുന്നത്. ഉടനെ തന്നെ അവന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് മാസ്റ്റർ റോഷി ഇപ്പം ആ കാമി ഹാമേഹ എന്ന ടെക്നിക്ക് പ്രയോഗിക്കുകയാണ്. ഈ സമയം തന്നെ ഗോകുവിന്റെ ഉപബോധ മനസ്സിപ്പം മരിച്ചവരുടെ ലോകത്താണ്. അത് നോക്കുമ്പോൾ അവന് ഗ്രാൻഡ് ഫാദർ അവിടെ നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അതിൽ ഈ സമയം ഗ്രാൻഡ് ഫാദർ പറയുന്നത്, ഇല്ല ഗോകു, സന്തോഷിക്കാൻ വരട്ടെ, നീ ഇപ്പം അങ്ങോട്ട് വരാനുള്ള സമയമായിട്ടില്ല, നിനക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടെന്നാണ്. അതേക്കുമ്പോൾ അതെനിക്കും അറിയാം, പക്ഷെ പിക്കോളോന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ആ ഉസാറു വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെയാണ് അവനെ തോൽപ്പിക്കേണ്ടത്? അവന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ ഗ്രാൻഡ് ഫാദർ പറയുന്നത്, അത് ഞാൻ നിന്നോട് എപ്പോഴും പറയാറില്ലേ, നീ നിന്നെ വിശ്വസിക്കുക, നിന്നെ മാത്രം വിശ്വസിച്ച് കഴിഞ്ഞാൽ നിനക്കത് ഈസി ആയിട്ട് പറ്റും എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയം പുറത്താണെങ്കിൽ മാസ്റ്റർ റോഷി ഇപ്പം ആ കാമി ഹാമേഹ അവന്റെ മേലേക്ക് പ്രയോഗിക്കുകയാണ്. അതോടുകൂടെ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. എന്നാൽ ഈ സമയത്താണ് ബുൾമയുടെ കയ്യിലെ ഡിവൈസ് വീണ്ടും ശബ്ദിക്കുന്നത്. അതിൽ നിന്നും ആ 7 ഡ്രാഗൺ ബോൾസും ഇപ്പൊ പിക്കോളോന്റെ കയ്യിലെത്തി എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾ ചോദിക്കുമ്പോൾ മാസ്റ്റർ റോഷി പറയുന്നത്, ആ 7 ബോൾ അവന്റെ കയ്യിൽ കിട്ടിയെങ്കിൽ അവനിപ്പോൾ ഡ്രാഗൺ ടെമ്പിളിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക, നമുക്ക് ഉടനെ തന്നെ അങ്ങോട്ട് ചെന്നിട്ട് അവനെ തടയണം എന്നാണ് റോഷി പറയുന്നത്. അങ്ങനെ അവർ പുറപ്പെടാൻ തുടങ്ങുന്നതിന് മുമ്പ് സിഫു അങ്ങോട്ട് വന്നിട്ട് ആ കൂടൻ റോഷിക്ക് കൊടുത്തു. എന്നിട്ട് അയാൾ പറയുന്നത്, പിക്കോളോനെ പിടിക്കാനുള്ള ശക്തി ഇതിനുണ്ടോ എന്ന കാര്യം എനിക്ക് ഉറപ്പില്ല, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അങ്ങനെ വേഗം തന്നെ അവരെല്ലാവരും അവിടുന്ന് യാത്ര പുറപ്പെട്ടു. ഒരു വണ്ടിയിലാണ് അവർ പോകുന്നത്. ഇനി സൂര്യഗ്രഹണത്തിന് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അതിനു മുമ്പായിട്ട് ആ പിക്കോളോനെ തടയണം. ഇതേസമയം തന്നെ പിക്കോളോയും മായും കൂടെ ഇപ്പൊ ഒരു പാറയുടെ മുകളിൽ നിൽക്കുകയാണ്. അവരിപ്പോ 7 ബോളുകൾ ഇങ്ങനെ നിലത്ത് വെച്ചു. അതിനെ തുറന്ന് അതിങ്ങനെ പതുക്കെ മുകളിലേക്ക് ഉയർന്നു. മാത്രമല്ല അത് വെച്ച് ആ പാറ മൊത്തം തകർന്നു പോവുകയും ചെയ്തു. അതിനെ തുറന്ന് ആ ഡ്രാഗൺ ടെമ്പിൾ മുകളിലേക്ക് ഉയർന്നു വരികയാണ്. ഇതേസമയം തന്നെ യാംചയാണെങ്കിൽ വളരെ വേഗത്തിലാണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പൊ ഒരു മലയുടെ മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർ അതിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരൊറ്റ ചാട്ടം ചാടാണ്. എന്നാൽ ഈ വണ്ടിക്ക് പറക്കാനും പറ്റും. അങ്ങനെ അപ്പുറത്തേക്ക് ചാടിയതിനു ശേഷം അവരിപ്പോൾ പറന്നിട്ടാണ് ആ ഡ്രാഗൺ ടെമ്പിളിലേക്ക് പോകുന്നത്. അങ്ങനെ ആ ഡ്രാഗൺ ടെമ്പിളിന്റെ അടുത്തേക്ക് എത്തിയതും മാസ്റ്റർ റോഷി ആ വണ്ടിയുടെ മുകളിലേക്ക് കയറിയിട്ട് പിക്കോളോക്ക് നേരെ ഫയർ ചെയ്യാണ്. അയാളും തിരിച്ച് ഫയർ ചെയ്തു. അതിനെ തുറന്ന് അത് രണ്ടും കൂടെ കൂട്ടിയിടിച്ചിട്ട് വലിയൊരു പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. ആ പൊട്ടിത്തെറിയിൽപ്പെട്ട് പിക്കോളോയും തെറിച്ചുപോയി, മുകളിലേക്ക് ഉയർന്നു വന്നിരിക്കുന്ന ആ ബോളുകളും തെറിച്ചുപോയി. അവരുടെ ആ സ്പെല്ല് ഇപ്പൊ ബ്രേക്ക് ആയിരിക്കുകയാണ്. ഈ സമയം തന്നെ ആ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ ഗോകുവിന്റെയും കൂട്ടരുടെയും വണ്ടി ഡാമേജ് ആയി. അതെല്ലാം കൂടെ താഴേക്ക് വീഴാണ്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റു. ഈ സമയം തന്നെ പിക്കോളോ എഴുന്നേറ്റു. മായയാണെങ്കിൽ അവിടെ ചിതറി കിടക്കുന്ന ബോളുകളൊക്കെ അടുക്കി വെക്കുകയാണ്. എന്നാൽ അവരെ കീഴ്പ്പെടുത്താതെ തങ്ങളുടെ പരിപാടിയൊന്നും നടക്കത്തില്ല എന്ന കാര്യം പിക്കോളോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പിക്കോളോ ആ പാറയുടെ മുകളിൽ നിന്നും താഴേക്ക് ഒരൊറ്റ ചാട്ടം. ഈ സമയത്താണ് ഗോകു അങ്ങോട്ട് വരുന്നത്. അവനിപ്പോൾ അവന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ആ സ്യൂട്ടും എടുത്തിട്ടുണ്ട്. അവനിപ്പോൾ അങ്ങോട്ട് വന്ന് കാണുമ്പോൾ പിക്കോളോ അവനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും നീ ഇപ്പം എൻ്റെ അടുത്തേക്ക് വന്നല്ലോ, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ വിജയത്തിന് നീയും കൂടെ സാക്ഷിയാവാൻ പോവാണ്.
ഇനിയിപ്പോൾ ഉടനെ തന്നെ ആ 7 ബോളുകൾ ഉപയോഗിച്ചിട്ട് ഞാൻ ഷെൻലോങ്ങിനെ വിളിച്ചു വരുത്താൻ പോവാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ആഗ്രഹം പറയും, ഈ ഭൂമിയെ മൊത്തം നശിപ്പിച്ച ആളെ. എന്നാൽ അയാൾ അവിടെ നിന്നിട്ട് ആ ഡയലോഗ് അടിക്കുന്ന കേൾക്കുമ്പോൾ ഗോകുവിന് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. നിന്റെ ധൈര്യം ആ ഉസാറും ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ? അവനിങ്ങോട്ട് വരട്ടെ, അവനെ ഞാൻ ആദ്യം നശിപ്പിക്കും, എന്നിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരും. അത് കേൾക്കുമ്പോൾ പിക്കളോന് ചിരിയാണ് വരുന്നത്. ഉസാറുവിനെ നീ നശിപ്പിക്കാൻ പോവാണെന്നാണോ? ഉസാറു ആരാണെന്നാണ് നിന്റെ വിചാരം? ഉസാറു നീ തന്നെയാണ്. നിന്റെ ഗോകു എന്ന് പറഞ്ഞ ഈ ശരീരം ഉണ്ടല്ലോ, അത് വെറും ഒരു ഷെല്ലാണ്. ഒരു കുഞ്ഞിന്റെ രൂപത്തിൽ ഒരു ഉൽക്കയിലാണ് നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. നിനക്ക് 18 വയസ്സാവുമ്പോൾ നിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരാൻ. അതേ ഗോകു, നീയാണ് ഉസാറു. ചന്ദ്രൻ ഉടനെ തന്നെ സൂര്യനെ മറയ്ക്കും. അതോടുകൂടെ നീ ഉസാറുമായിട്ട് മാറുകയും ചെയ്യും. അത് കേൾക്കുന്ന ഗോകുവിനൊരു ഞെട്ടലായിരുന്നു. അങ്ങനെ ചന്ദ്രൻ ഇപ്പൊ സൂര്യനെ മറച്ചു. അതിനെ തുറന്ന് വലിയൊരു പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. അതോടുകൂടെ ഗോകുവിന്റെ ശരീരത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി. അവൻ പതുക്കെ പതുക്കെ ആ ഉസാറുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവൻ ഭൂമിയിലേക്ക് എത്തിയൊരു വിഷ്വൽ കാണിക്കുന്നുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവൻ ഭൂമിയിലേക്ക് വന്നു വീണു. ഈ സമയം ഗോഹനാണ് അവനെ കാണുന്നത്. അതിനെ തുറന്ന് അയാൾ അവനെ എടുത്തുകൊണ്ട് പോവായിരുന്നു. അങ്ങനെ ഗോകു ഇപ്പം ഉസാറു എന്ന ഭീകര ജീവിയായിട്ട് മാറി. ഇതൊക്കെ കണ്ട് ബാക്കി എല്ലാവരും ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അതിനിടയിലാണ് യാംചയ്ക്ക് അവിടെ കിടക്കുന്ന ഒരു ഡ്രാഗൺ ബോൾ കിട്ടുന്നത്. അവനത് എടുത്തത് ഇപ്പൊ പിക്കളവും കണ്ടു. പിക്കളോ ഉടനെ തന്നെ അത് എടുത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉസാറിന്റെ അടുത്ത് ഓർഡർ ഇടുകയാണ്. അങ്ങനെ ഉസാർ ഇപ്പം അവരുടെ പുറകെ ഓടാൻ തുടങ്ങി. ഈ സമയം തന്നെ മാസ്റ്റർ റോഷി എഴുന്നേറ്റ് നേരെ ചെന്നിട്ട് ആ കൂടം എടുത്തു. എന്നിട്ട് അത് താഴേക്ക് വെച്ചിട്ട് അയാൾ ഉറക്കെ ഒരു മന്ത്രം ചൊല്ലാൻ തുടങ്ങി. അതിനെ തുടർന്ന് അയാളുടെ ശരീരത്തിൽ നിന്ന് തീ വെളിയിലേക്ക് വരികയാണ്. എന്നിട്ട് അതിപ്പോ പിക്കളോനെ പിടിച്ചിട്ട് താഴേക്ക് വലിക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ യാംചയും ബുൾമയും ഇപ്പൊ ഒരു ഗോയ്ക്കുള്ളിലേക്ക് എത്തി. ഇനിയിപ്പോൾ ഓടിയിട്ട് കാര്യമില്ല എന്ന കാര്യം യാംചയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് നീ ഇവിടുന്ന് പോയിക്കോന്നും പറഞ്ഞിട്ട് അവൻ ആ ബോൾ അവൾക്ക് എറിഞ്ഞു കൊടുത്തു. പക്ഷെ അവൻ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ അവൾക്ക് നല്ല വിഷമമുണ്ട്. എങ്കിലും ആ ബോൾ സംരക്ഷിക്കണമല്ലോ. അതുകൊണ്ട് അവനൊരു തോക്ക് കൊടുത്തിട്ട് അവൾ അവിടുന്ന് ഓടിപ്പോവാണ്. അങ്ങനെ അവൾ അവിടുന്ന് പോയി കഴിയുമ്പോഴാണ് പെട്ടെന്ന് ആ പാറയും പൊളിച്ചുകൊണ്ട് ഉസാറും അങ്ങോട്ട് വന്നിട്ട് യാംചയെ അടിച്ച് തെറിപ്പിക്കുന്നത്. ഈ സമയം മാസ്റ്റർ റോഷിയാണെങ്കിൽ ആ പിക്കളോനെ ആ കുടത്തിലേക്ക് ആക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതിനുള്ള ശക്തി ആ കുടത്തിനില്ലായിരുന്നു. ഇപ്പൊ പിക്കളോ ആ കുടത്തിന് നേരെ ഫയർ ചെയ്തു. അതിന് തുറന്ന് ആ കുട അവിടുന്ന് തെറിച്ചുപോയി. മാത്രമല്ല റോഷിയും പുറകിലേക്ക് തെറിച്ചുപോയി. അതിനിടയിൽ പിക്കളോയും താഴേക്ക് വീണു. ഇപ്പൊ മാസ്റ്റർ റോഷി താഴേക്ക് വീണത് അതിലെ ഓടി വന്ന ബുൾമയും കണ്ടു. അവളിപ്പോ വേഗം തന്നെ അയാളുടെ അടുത്തേക്ക് ചെന്നു. പക്ഷെ അയാൾക്ക് നല്ല ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. എഴുന്നേക്കാൻ പറ്റുന്നില്ല. അതോട് നീ ഇവിടുന്ന് പോയിക്കോ, എന്ത് വന്നാലും നിന്റെ കയ്യിലുള്ള ഡ്രാഗൺ ബോൾ വിട്ടുകൊടുക്കരുത് എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയത്താണ് അവിടുത്തെ പാറ മൊത്തം തകർത്തുകൊണ്ട് ഉസാറും അങ്ങോട്ട് വരുന്നത്. അവനിപ്പോ ബുൾമയെ പിടിക്കാൻ പോകുന്ന കാണുമ്പോൾ മാസ്റ്റർ റോഷി അവന്റെ കാലിൽ കയറി പിടിക്കുകയാണ്. അത് കാണുമ്പോൾ ഉസാറു അയാളുടെ കഴുത്തിന് പിടിച്ചു. ഈ സമയം റോഷി ഉസാറുവിന്റെ അടുത്ത് പറയുന്നത്, നോക്കൂ ഗോകു, ഇത് നീയാണ്. നീ നിന്നിൽ വിശ്വസിക്ക്. ഈ ഉസാറു നിന്നെ കീഴ്പ്പെടുത്താൻ നീ സമ്മതിക്കരുത്. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, നിനക്ക് തിരിച്ചു വരാൻ പറ്റും. നിന്റെ ശരീരത്തിന്റെ കൺട്രോൾ നിനക്ക് വീണ്ടെടുക്കാൻ പറ്റും. നീ ശ്രമിക്കേ. അത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്കും അയാൾ മരിച്ചു. എന്നാൽ അതെല്ലാം ഇപ്പൊ അവന്റെ മൈൻഡിലേക്ക് കയറി. അവനിപ്പോ പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാണ്. മാത്രമല്ല അവന്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവന്റെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ആലോചിച്ച് കഴിയുമ്പോൾ അവനിപ്പം അവന്റെ ശരീരത്തിന്റെ കൺട്രോൾ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഉസാറു ശക്തിയായിട്ട് നിലത്തൊരു അടി കൊടുത്തു. അതിനെ തുടർന്ന് അവനിപ്പോ ഗോകുവായിട്ട് മാറുകയാണ്. ഇതെല്ലാം അപ്പുറത്ത് വീണ് കിടക്കുന്ന പിക്കളോയും കാണുന്നുണ്ട്. ഉസാറു ഇപ്പൊ തിരിച്ച് ഗോകുവായിട്ട് മാറിയത് കാണുമ്പോൾ അയാൾക്കൊരു ഞെട്ടലായിരുന്നു. അങ്ങനെ ഗോകു വേഗം എഴുന്നേറ്റ് ചെന്നിട്ട് അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. പിക്കളോ ഓരോ തവണ അവന് നേരെ ഫയർ ചെയ്യുമ്പോഴും ഗോകു അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ്. എന്നിട്ട് തിരിച്ച് അവന് ഫയർ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതുകൊണ്ടൊന്നും അയാൾക്കൊന്നും പറ്റുന്നില്ല. ഈ സമയം തന്നെ ബുൾമയാണെങ്കിൽ ആ ഗോയ്ക്കകത്താണ്. അതിനിടയിലാണ് ആ മായി അങ്ങോട്ട് വരുന്നത്. ബുൾമ അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഒരൊറ്റ വെടി പോലും മായിക്ക് കൊള്ളുന്നില്ല. എല്ലാത്തിൽ നിന്നും അവൾ ഒഴിഞ്ഞു മാറാണ്. അങ്ങനെ കുറെ നേരം വെടിവെച്ച് കഴിയുമ്പോൾ ബുൾമയുടെ തോക്കിൽ ഉണ്ടയൊക്കെ തീർന്നു. അത് മനസ്സിലായി കഴിയുമ്പോൾ മായി വന്നിട്ട് അവൾ ഇടിച്ച് താഴേക്കിടാണ്. എന്നിട്ട് അവളുടെ തോക്കെടുത്തു. ഇനിയിപ്പോൾ ബുൾമയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്നാൽ മായി അവളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് പുറകിൽ നിന്ന് അവൾക്ക് വെടിയേക്കുന്നത്. അതോടുകൂടെ അവൾ താഴേക്ക് വീണു. ആ ഷൂട്ട് ചെയ്തത് യാംചയാണ്. അങ്ങനെ അവൻ അവളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ബുൾമ അവിടെ നിന്ന് എഴുന്നേറ്റു. ഈ സമയം ഗോകുവും പിക്കളവും തമ്മിലുള്ള ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അയാളെ തോൽപ്പിക്കാൻ അവന്റെ മുമ്പിൽ ആകെ ഒരൊറ്റ വഴിയുള്ളൂ, കാമേ ഹാമേഹ. അവനിപ്പം അതിനുള്ള പ്രിപ്പറേഷനിലാണ്. എന്നാൽ ഈ സമയം പിക്കളോ ആണെങ്കിൽ നേരെ മുകളിൽ എയറിലായിട്ടാണ് നിൽക്കുന്നത്. അയാളിപ്പം അവന് നേരെ ഫയർ ചെയ്യാൻ വേണ്ടി വലിയൊരു തീ ഉണ്ടാക്കി. എന്നിട്ട് അത് അവന് നേർക്ക് കടത്തിവിടാണ്. എന്നാൽ അപ്പോഴേക്കും ഗോകുവും ആ കാമേ ഹാമേഹ വേവ് ഉണ്ടാക്കി. എന്നിട്ട് അതും ഫയർ ചെയ്തുകൊണ്ട് അവൻ അയാളുടെ നേർക്ക് ഒരൊറ്റ ചാട്ടം. അയാളിപ്പോൾ ഫയർ ചെയ്ത ആ തീ ഉണ്ടല്ലോ, അതിന്റെ ഇടയിൽ കൂടെ അവൻ പോയിട്ട് അയാൾക്കിട്ട് ഒരൊറ്റ ഇടി കൊടുക്കുകയാണ്. അതോടുകൂടെ വലിയൊരു പൊട്ടിത്തെറി നടന്നു. അതിനെ തുടർന്ന് അവർ രണ്ടുപേരും താഴേക്ക് വീണു. ഗോകുവിന് കുഴപ്പമൊന്നും പറ്റിയില്ല. അവനിപ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രനാണെങ്കിൽ സൂര്യന്റെ മുമ്പിൽ നിന്ന് മാറി. അതിനെ തുടർന്ന് അവിടെ പ്രകാശം വരികയും ചെയ്തു. ഈ സമയം അവന്റെ കാൽ കീഴിൽ അനക്കമില്ലാതെ കിടക്കുകയാണ് ആ പിക്കളോ. അങ്ങനെ പിക്കളോനെ വിട്ടതിന് ശേഷം ഗോകു വേഗം തന്നെ മാസ്റ്റർ റോഷിയുടെ അടുത്തേക്ക് എത്തി. ഈ സമയമാകുമ്പോഴേക്കും ബുൾമയും യാംചയും അങ്ങോട്ടെത്തി. ഇപ്പൊ അയാളെ മരിച്ചല്ലോ. പക്ഷെ ഇവരുടെ മുമ്പിൽ അയാളെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു മാർഗമുണ്ട്. അതാ ഡ്രാഗൺ ബോൾസ് ആണ്. അതെല്ലാം ഇപ്പൊ അവരുടെ കയ്യിലുണ്ട്. അങ്ങനെ അവൻ വേഗം തന്നെ റോഷിയം കൊണ്ട് ആ ടെമ്പിളിന്റെ മുകളിലേക്ക് കയറി. എന്നിട്ട് ആ ഡ്രാഗൺ ബോൾ വായുവിലേക്ക് ഉയർത്തി അവൻ ആ ഡ്രാഗനെ വിളിക്കുകയാണ്. അതിനെ തുറന്ന് ഡ്രാഗൺ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഡ്രാഗനെ കാണുമ്പോൾ അവൻ തൊഴുതുകൊണ്ട് അവന്റെ ആഗ്രഹം പറഞ്ഞു, മാസ്റ്റർ റോഷി ജീവിക്കണം.
അങ്ങനെ അവൻ അവന്റെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡ്രാഗൺ അയാളുടെ ശരീരത്തിലേക്ക് ഒരു എനർജി കടത്തിവിടാണ്. അതിനെ തുടർന്ന് അത് അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അങ്ങനെ ഡ്രാഗൺ അവിടുന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞപ്പോൾ ആ 7 ബോളും എങ്ങോട്ടോ തെറിച്ചു പോവാണ്. അങ്ങനെ മാസ്റ്റർ റോഷി എഴുന്നേറ്റു. അത് കണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഈ സമയത്താണ് ബുൾമ ഒരു കാര്യം പറയുന്നത്. നിങ്ങൾ ആ ഡ്രാഗൺ ബോൾ ശ്രദ്ധിച്ചില്ലേ, അതിപ്പോൾ എങ്ങോട്ടോ തെറിച്ചുപോയി. ഇനി ഉടനെ തന്നെ നമുക്കത് കണ്ടുപിടിക്കണം എന്നാണ്. അതേക്കുമ്പോൾ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരാളെ കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗോകു നേരെ പോകുന്നത് ചിച്ചിയെ കാണാൻ വേണ്ടിയിട്ടാണ്. അവൻ തിരിച്ചു വന്ന് കാണുമ്പോൾ ആർക്കും ഭയങ്കര സന്തോഷമായി. പിന്നീട് കാണിക്കുന്നത് അവർ തമ്മിലുള്ള ഒരു ഫൈറ്റിംഗ് പ്രാക്ടീസാണ്. എന്നാൽ ഇവരാരും വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ആ പിക്കളോയും മരിച്ചിട്ടില്ല, മായയും മരിച്ചിട്ടില്ല. അവരിപ്പോൾ ജീവനോടെ ഏതോ ഒരു വീട്ടിലുണ്ട്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സിനിമ ഒരു ഫ്ലോപ്പ് ആയിരുന്നു. അതുകൊണ്ട് ഇതുവരെയായിട്ടും ഇതിലൊരു സെക്കൻഡ് പാർട്ട് ഒന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടില സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.